നേരം പരപരാന്ന് വെളുക്കുന്നതിനു മുൻപ് അലാറം അടിക്കുന്നത് കേട്ടാണ് മീര കണ്ണു തുറക്കുന്നത്. രാവിലെ തന്നെ ഉണർന്ന് പ്രഭാതകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് പതിവ് ചായ തോട്ടത്തിലിരുന്ന് ആസ്വദിക്കുമ്പോഴാണ് ഇന്നലെ പകുതിക്ക് വെച്ച ഒരു കാര്യം ഓർമ്മയിലെത്തിയത്. തോട്ടത്തിന്റെ ഒരു കോണിൽ നിൽക്കുന്ന നെല്ലിച്ചെടിയിൽ ഒരു കുഞ്ഞാറ്റം കിളി കൂടുവെക്കുന്നത് തന്റെ മേൽനോട്ടത്തിലായിരുന്നു. മഴ കാരണം ഇന്നലെ പകുതിക്ക് വെച്ച പണി ഇന്ന് എന്തായി എന്ന് കാണാനുള്ള ആകാംക്ഷയിൽ അവൾ ആ നെല്ലിച്ചെടിക്ക് അരികിലെത്തി. ഇന്നലെ നിർത്തിവെച്ച പണി ഇന്നും തുടങ്ങിയിട്ടില്ല എന്നത് അവൾക്ക് അല്പം നിരാശ വരുത്തി. സമയം തെറ്റി പെയ്യുന്ന മഴ എല്ലാ ജീവജാലങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടായി മാറുന്നു. എന്താ മീരമോളെ നീ ഇവിടെ തിരയുന്നത് എന്ന ചോദ്യത്തിനപ്പുറത്ത് ഒരു പ്രായമായ രൂപം കടന്നു വന്നു. മീരയുടെ മുത്തച്ഛൻ. അച്ഛനും അമ്മയും ഇല്ലാത്ത മീരയുടെ എല്ലാ കാര്യവും നോക്കിയിരുന്നത് മുത്തച്ഛനായിരുന്നു. ഒരു അപകടത്തിന്റെ ബാക്കി പത്രം എന്ന പോലെ മീരയും അവളുടെ മുത്തച്ഛനും മാത്രം. ദിശ തെറ്റി വന്ന ഒരു പാണ്ടിലോറി തകർത്തെറിഞ്ഞത് അവളുടെ അച്ഛന്റെയും അമ്മയുടെയും ജീവനായിരുന്നു. MA സൈക്കോളജി പാസ്സായ മീരയ്ക്ക് ജോലിയുണ്ട്. പക്ഷെ ജോലിക്ക് പോകേണ്ട കാര്യം ഒന്നും തന്നെയില്ല. പാരമ്പര്യ സ്വത്തുക്കളും പുറമെ അച്ഛന്റെ സമ്പാദ്യവും എല്ലാം കൂടി ഒരു 10 തലമുറയ്ക്കുള്ളത് ഉണ്ട്. എല്ലാത്തിനും ഒരേ ഒരു അവകാശി അവൾ മാത്രം. അന്നും പതിവ് പോലെ കോളേജിലേക്ക് അവൾ പോയി. വീടിനടുത്ത് തന്നെയായിരുന്നതിനാൽ പോയി വരുന്നത് സ്വന്തം സ്കൂട്ടിയിലായിരുന്നു. അധികം ആരോടും വലിയ അടുപ്പം കാണിക്കാത്ത മീരയ്ക്ക് കോളേജിൽ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഒരേ കോളേജിലെ അധ്യാപകർ എന്നതിലുപരി അവർ തമ്മിൽ നല്ല സൗഹൃദമായിരുന്നു. ഹരി എന്ന ചെറുപ്പക്കാരൻ. പുസ്തകങ്ങളുമായി ഒരുപാട് അടുപ്പത്തിലാണ് മീര. ഒരു പക്ഷെ അതാവാം മീരയും ഹരിയും തമ്മിൽ അടുക്കുവാനുള്ള ഒരു കാരണം. പതിവ് പോലെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴി ഹരി മീരയെ കണ്ടു. 2-3 പുസ്തകങ്ങൾ കൈമാറി. ടൗണിൽ പോകുമ്പോൾ വാങ്ങുന്ന പുസ്തകങ്ങളാണ്. ഒരു ചെറിയ ലൈബ്രറി തന്നെയുണ്ട് ഹരിക്ക്. ഇടയ്ക്കിടയ്ക്ക് മീര പുസ്തകങ്ങൾ വാങ്ങാറുമുണ്ട്. ഹരിയെപ്പറ്റി പറയാനാണെങ്കിൽ സുന്ദരൻ, വിദ്യാസമ്പന്നൻ, നല്ല കുടുംബം. ഒരല്പം രാഷ്ട്രീയമുള്ളതൊഴിച്ചാൽ മറ്റു ദുശീലങ്ങൾ ഒന്നും തന്നെയില്ല. ഹരിക്കും മീരയോട് സൗഹൃദത്തിനപ്പുറം ഒരടുപ്പമുണ്ട്. ആരാദ്യം പറയുമെന്ന സംശയവുമായി രണ്ടുപേരും മനസ്സിലൊളിപ്പിച്ചു നടക്കുന്നു. വലിയ കുടുംബമാണ് ഹരിയുടേത്. സമ്പന്നരായ മാതാപിതാക്കളും ബിസിനസ്സുകാരായ ബന്ധുക്കളും ഒക്കെ കൂടിയ ഒരു വലിയ കുടുംബം. അധ്യയന വർഷം അവസാനിക്കാറായി. ഈ വർഷം എന്താണേലും പിടിച്ചു കെട്ടിക്കുമെന്ന് ഹരിക്ക് ഉറപ്പാണ്. പക്ഷെ മീരയോടുള്ള ഇഷ്ടം അതിപ്പോൾ തന്നെ തുറന്നു പറയേണ്ട സമയം കടന്നുപോയി. എന്തും തമ്മിൽ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ കൂടിയും ഇത്രയും സീരിയസ് ആയ ഒരു കാര്യം മീര എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് ഹരിക്ക് പേടിയുണ്ട്. രണ്ടും കൽപ്പിച്ചു പറയാൻ അവൻ തീരുമാനിച്ചു. സമയം രാത്രി 12:30. ഹരിയുടെ ഫോൺ കോൾ കണ്ട് മീര ഒന്ന് അമ്പരന്നു. സാധാരണ ഈ സമയം രണ്ടുറക്കം കഴിയുന്ന ആളാണ്. എന്തു പറ്റിയോ എന്തോ. അല്പം പരിഭ്രമത്തോടെ ഫോൺ എടുത്ത മീരയോട് ഹരി വളരെ പതുങ്ങിയ സ്വരത്തിൽ പറഞ്ഞു, നാളെ ഒന്ന് അത്യാവശ്യമായി കാണണം. രാവിലെ റെഡിയായി നിൽക്കൂ. ശരി, ഞാൻ വരാമെന്നവൾ മറുപടി പറഞ്ഞു. മറ്റൊരു ചോദ്യത്തിന് ഇട നൽകാതെ ഹരി ഫോൺ കട്ട് ചെയ്തു. മീര ആകെ കൺഫ്യൂസ്ഡായി. അന്നവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. രാവിലെ റെഡിയായി മുത്തച്ഛനോട് സൊറ പറഞ്ഞിരിക്കുമ്പോൾ ഹരി വന്നു. സുഖവിവരങ്ങൾ അന്വേഷിച്ച് ഹരി മീരയെ പുറത്തു കൊണ്ടുപോകാനുള്ള അനുവാദം മുത്തച്ഛനിൽ നിന്ന് വാങ്ങി. ടൗണിൽ ഒരു എക്സിബിഷൻ ഉണ്ട്, അവിടെ കാണുന്നും പറഞ്ഞു ഫലിപ്പിച്ചു. ആദ്യം വിശ്വാസം തോന്നിയില്ലെങ്കിലും പിന്നീട് മീരയും അത് വിശ്വസിച്ചു. അരമണിക്കൂർ യാത്രയുണ്ട് ടൗണിലേക്ക്. സൂക്ഷിച്ചു പോയിട്ട് വാ മക്കളെ എന്ന് പറഞ്ഞ് ആ വയസ്സൻ ചാരുകസാരയിൽ ചാരി ആകാശം നോക്കിക്കിടന്നു. പഴയ പല ഓർമ്മകളും ആ മുഖത്ത് മിന്നിമറയുന്നത് മീരയ്ക്ക് കാണാൻ പറ്റി. മുത്തച്ഛന്റെ കവളിൽ ഒരു ഉമ്മ നൽകി അവൾ ഹരിക്കൊപ്പം കാറിൽ കയറി. നീണ്ട ഒരു നിശബ്ദതയ്ക്ക് വിരാമമിട്ടതുപോലെ അവൾ ചോദിച്ചു, എവിടെയാണ് എക്സിബിഷൻ? ഹരി അവളെ ഒന്നു നോക്കി. ആ കണ്ണുകളിൽ പതിവില്ലാത്ത ഒരു തിളക്കം അവൾ കണ്ടു. നീണ്ട യാത്ര അവസാനിച്ചത് ടൗണിലെ ഒരു മുന്തിയ ഹോട്ടലിന് മുൻപിലാണ്. ഒരു അമ്പരപ്പ് മീരയുടെ മുഖത്തുണ്ടെങ്കിലും ഹരി വിളിച്ചപ്പോൾ അനുസരണയുള്ളൊരു പൂച്ചക്കുട്ടിയെ പോലെ അവന്റെ പിറകെ പോയി. ഹോട്ടലിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ ഓഡിറ്റോറിയമാണ്. അവിടെയാണ് എക്സിബിഷൻ. ഇടയ്ക്കിങ്ങനെ പുസ്തക പ്രദർശനമുള്ളപ്പോൾ ഹരി മീരയെ കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം എക്സിബിഷന് വേണ്ടി വരുന്നത്. ആ ഓഡിറ്റോറിയത്തിനുള്ളിൽ കയറിയ മീര അമ്പരന്ന് പോയി. കാരണം അവിടെ പതിവ് പോലെ പുസ്തകങ്ങളായിരുന്നില്ല, മറിച്ച് ചിത്രങ്ങളായിരുന്നു. പല വർണ്ണത്തിലുള്ള പല പല ചിത്രങ്ങൾ. സോറി മീര, ഈ പ്രാവശ്യം നിന്നെ എനിക്ക് പെയിന്റിങ്സ് കാണിക്കണമെന്ന് തോന്നി. അതിനാണ് നിന്നെ ഇത്രയും ദൂരം കൊണ്ടുവന്നത്. ഹരി അത് പറഞ്ഞു തീരുമ്പോഴേക്കും മീരയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കാരണം മീരയ്ക്ക് പുസ്തകങ്ങളോടുള്ള അത്രയും ഇഷ്ടം പെയിന്റിങ്സിനോടുമുണ്ട്. അവളുടെ അമ്മ ഒരു നല്ല ചിത്രകാരിയായിരുന്നു. അമ്മയുടെ ഓർമ്മകൾ മുഴുവൻ അവരുടെ ചിത്രങ്ങളിലൂടെയാണ് അവൾക്കുള്ളത്. തന്റെ മനസ്സ് ഹരി പഠിച്ചിരിക്കുന്നു. മീരയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. എല്ലാ ചിത്രങ്ങളും മതിവരുവോളം അവൾ ആസ്വദിച്ചു കണ്ടു. അമ്മയുടെ ഓർമ്മകൾ, പഴയ നിറങ്ങളുടെ ഗന്ധം. അവളുടെ ചിന്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഹരി വന്നു. അവളുടെ തോളിൽ തട്ടി, ഹലോ മാഡം, കഴിഞ്ഞെങ്കിൽ പോയാലോ? നിനക്ക് വിശക്കുന്നില്ലേ?
ഉണ്ട് എന്നവൾ മറുപടി പറഞ്ഞു. അവര് രണ്ടുപേരും കൂടി ഹോട്ടലിന്റെ റെസ്റ്റോറന്റിലെത്തി ഭക്ഷണം ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തു. ഹരി ഒട്ടും പ്രതീക്ഷിക്കാതെ മീര അവനോട് പറഞ്ഞു, ഹരി, ഐ ലവ് യു. ഹരിക്ക് സന്തോഷം കൊണ്ട് മറുപടി പറയാൻ നാവ് പോലും പൊന്തിയില്ല. അവൻ അവന്റെ കൈ ചേർത്ത് അവളോട് പറഞ്ഞു, നമ്മൾ ഇച്ചിരി താമസിച്ചു പോയെന്ന് തോന്നുന്നു. അവരുടെ ചിരികൾക്കിടയിലേക്ക് വെയിറ്റർ ഭക്ഷണം കൊണ്ടുവച്ചു. ഹരി തന്റെ കയ്യിൽ കരുതിയ ഒറ്റക്കല്ല് പതിച്ച ഒരു സ്വർണ്ണ മോതിരം അവളുടെ മോതിര വിരലിൽ അണിയിച്ചു. ഇച്ചിരി ഓവറായിപ്പോയോ ഹരി എന്ന മീരയുടെ ചോദ്യം അവന്റെ ഉള്ളിലെ കാമുകനെ ഉണർത്തി. മീര, ഇതൊക്കെ പഴഞ്ചൻ ഏർപ്പാടാണ്, സമ്മതിച്ചു. പക്ഷെ ഇതിനൊക്കെ ഒരു പ്രത്യേക ഫീലുണ്ട്. അവൾക്കും അത് ശരിയാണെന്ന് തോന്നി. എന്നും കാണുന്നത് പോലെയല്ല അവൻ ഇന്ന് മുൻപിലിരിക്കുമ്പോൾ മനസ്സിനുള്ളിൽ എന്തോ ഒരു പിടച്ചിൽ. അവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതുപോലെയല്ല ഒരു പേടി. അവന്റെ കണ്ണുകളിലെ തിളക്കം. ആഹാരം കഴിച്ചെന്നോ മറ്റും ഓർമ്മയില്ല. എന്തൊക്കെയോ രണ്ടുപേരും കഴിച്ചു. അവരുടെ മനസ്സുകൾ എന്തൊക്കെയോ പറയാൻ വെമ്പൽ കൊള്ളുകയായിരുന്നു. തിരിച്ചുള്ള യാത്രയിൽ അവള് പറയാൻ ബാക്കി വെച്ചതുപോലെ ഹരി പറഞ്ഞു, മീര, നമ്മൾ തമ്മിലുള്ള ബന്ധം ഒരു സൗഹൃദത്തിനപ്പുറമാണെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ എന്റെ പ്രണയം നിന്നോട് തുറന്നു പറയാൻ എല്ലാവരെയും പോലെ എനിക്കും ഭയമായിരുന്നു. ഒരു പക്ഷേ നീ നോ എന്ന് പറയുന്നത് കേൾക്കാനാവില്ലാത്തത് കൊണ്ടാവും. ഇത്രയും താമസിച്ചു പോയതിന് നീ എന്നോട് ക്ഷമിക്കണം. ഹരി പറഞ്ഞു നിർത്തിയെടുത്ത് മീര തുടങ്ങി. എന്നെക്കുറിച്ച് എല്ലാം നിനക്കറിയാമെങ്കിലും എനിക്ക് പറയേണ്ട കടമയുണ്ട്. മാതാപിതാക്കൾ നഷ്ടമായി എനിക്ക് ആകെയുള്ളത് മുത്തച്ഛനാണ്. മീര, മതി, എനിക്കറിയാം. നീ പറഞ്ഞ് കാട് കയറണ്ട. എല്ലാം അവന് മനസ്സിലായി എന്നവൾക്ക് തോന്നി. മീരയെ കാത്ത് മുത്തച്ഛൻ ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു. മുത്തച്ഛനോട് യാത്ര പറഞ്ഞ് ഹരി വീട്ടിലേക്ക് തിരിച്ചു. മീര തന്റെ മുറിയിലേക്ക് പോയി. ഒന്നിനും മനസ്സുറയ്ക്കുന്നില്ല. വായിക്കാനായി തുറന്നു വെച്ച പുസ്തകം മടക്കി വെച്ചു. ബെഡിലേക്ക് കിടന്നപ്പോൾ മൊബൈലിൽ മെസ്സേജ് ടോൺ. ഹരിയാണ്. അവൻ ചോദിച്ചു, മീര, ഉറങ്ങിയോ? മീര മറുപടി പറഞ്ഞു, ഇല്ല. ഹരി, ഞാൻ ഉറക്കം കെടുത്തിയോ? മീര, ഒന്ന് പോയേ, നാളെ എന്താ പരിപാടി? ഹരി, അച്ഛനൊരു ബിസിനസ് മീറ്റ് ഉണ്ട്, ഞാൻ കൂടെ ചെല്ലാൻ പറഞ്ഞിട്ടുമുണ്ട്. മീര, ഓക്കെ, എന്നാ നീ റെസ്റ്റ് എടുക്കൂ, നാളെ സംസാരിക്കാം. ഫ്രീ ആയാൽ വിളിക്കണേ. ശരി മീര, മിസ് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഹരി. മീര ഫോൺ കട്ട് ചെയ്ത് കട്ടിലേക്ക് കിടന്നു. മുത്തച്ഛന്റെ ഉറക്കെയുള്ള സംസാരം കേട്ടാണ് മീര കണ്ണു തുറക്കുന്നത്. ഇന്ന് തോട്ടത്തിൽ പണിക്കാരുണ്ട്. മുത്തച്ഛൻ അവർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുകയാണ്. തന്റെ ഓവർകോട്ട് എടുത്ത് പുറത്തേക്കിറങ്ങിയ അവളെ മുത്തച്ഛൻ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, മീരമോളെ, പുറത്ത് മഞ്ഞുവീഴ്ചയുണ്ട്, മോൾ അകത്തു പോ, പനി പിടിക്കും. ഇപ്പോഴും ഞാൻ കുട്ടിയാണെന്നാണ് മുത്തച്ഛന്റെ വിചാരം. മീര മനസ്സിൽ ചിരിച്ചു. മുറിയിലെത്തിയ മീര ഫോൺ എടുത്ത് മെസ്സേജ് നോക്കി. ഹരിയുടെ ഗുഡ് മോർണിംഗ് വന്നിട്ടുണ്ട്. അവൾ ഗുഡ് മോർണിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് മറുപടി അയച്ചു. എവിടെയാണ് എന്ന അടുത്ത ചോദ്യവും ചോദിച്ചു. അച്ഛന്റെ കൂടെയാണ് എന്നവന്റെ മറുപടി വന്നു. മീര വേഗം ഓക്കെ ബൈ എന്ന് പറഞ്ഞ് നിർത്തി. ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചതിനു ശേഷം മീര അടുക്കളയിലേക്ക് പോയി. കോളേജ് അടച്ചതുകൊണ്ട് ഇപ്പം പഴയ പോലെ നേരം പോക്കൊന്നുമില്ല. അടുക്കള പണിക്ക് ഒരു സഹായിയുണ്ട്, ഊർമിള ചേച്ചി. മീരയ്ക്ക് അമ്മയെ പോലെയാണ്. തോട്ടപ്പണി ചെയ്യുന്ന മാധവന്റെ ഭാര്യയാണ് ഊർമിള. മക്കളില്ലാത്ത അവർക്ക് മീര സ്വന്തം മകളെ പോലെയാണ്. തോട്ടപ്പണി എന്നതിലുപരി മാധവൻ അവിടുത്തെ ഓൾറൗണ്ടർ ആയിരുന്നു. എല്ലാ കാര്യത്തിനും മുത്തച്ഛനും മാധവൻ വേണം. ആ കുടുംബത്തോട് മീരയ്ക്കും മുത്തച്ഛനും ഒഴിച്ചുകൂടാനാവാത്ത ബന്ധമുണ്ടായിരുന്നു. 12-ാം വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ട മീരയ്ക്ക് ഊർമിള അമ്മയെ പോലെയായിരുന്നു. അതുകൊണ്ട് മീരയുടെ ചെറിയ മാറ്റം പോലും മറ്റാരേക്കാളും നന്നായിട്ട് ഊർമിളയ്ക്ക് മനസ്സിലാകുമായിരുന്നു. എന്താ മീരമോളെ ഇന്ന് സ്പെഷ്യൽ വേണ്ടത്? ഊർമിള ചോദിച്ചു. ചേച്ചി എന്തുണ്ടാക്കിയാലും മീരമോൾക്കത് സ്പെഷ്യൽ അല്ലേ? അവളുടെ മറുപടി കേട്ട ഊർമിളയുടെ കണ്ണു നിറഞ്ഞു. ആ കവിളത്തൊരു നുള്ളു കൊടുത്തിട്ട് അവൾ മുറ്റത്തേക്കിറങ്ങി. മുത്തച്ഛൻ പറഞ്ഞതുപോലെ ചെറിയ തണുപ്പൊക്കെ തോന്നി തുടങ്ങിയിരിക്കുന്നു. ഇനി 3 മാസം വെക്കേഷനാണ്. തിരക്കാണേലും ഹരി ഇടയ്ക്ക് തന്നെ കാണാൻ വരുമെന്ന് മീരയ്ക്ക് അറിയാമായിരുന്നു. പ്രണയം തുറന്നു പറയുന്നത് ഇപ്പോഴാണെങ്കിലും മുൻപ് തൊട്ട് അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ വല്ലാത്ത ഒരു ബന്ധമുണ്ടായിരുന്നു. മീരമോളെ, ഫോൺ. ഊർമിള ചേച്ചിയുടെ വിളി കേട്ട് വീടിനുള്ളിലേക്ക് വന്ന മീരയ്ക്ക് റിസീവർ കൊടുത്തിട്ട് ഊർമിള ചേച്ചി അടുക്കളയിലേക്ക് പോയി. ഹരിയാണ്. എന്താ ഹരി, എന്തു പറ്റി എന്ന ചോദ്യത്തിന് മറുപടി ഒന്നുമില്ല. നിശബ്ദത. എവിടെയാണ് ഹരി എന്ന ചോദ്യത്തിന് നീ മെസ്സേജ് നോക്കൂ മീര, അത്രയും പറഞ്ഞ് ഫോൺ കട്ടായി. റൂമിൽ ചാർജ് ചെയ്യാനിട്ടിരുന്ന മൊബൈൽ കയ്യിലെടുത്ത മീര ഞെട്ടിപ്പോയി. 10 മിസ് കോൾസ്, 12 മെസ്സേജുകൾ. എന്താണാവോ ഇത്രയും സീരിയസ് ആയിട്ട് ഹരി വീട്ടിലേക്ക് വിളിച്ചത്? അവൾ വേഗം മെസ്സേജ് തുറന്നു. തന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയത് അവള് പോലും അറിഞ്ഞില്ല. ഒന്നും മനസ്സിലാകാതെ അവൾ ആ മൊബൈൽ കയ്യിൽ പിടിച്ച് മരവിച്ചിരുന്നു. അച്ഛന്റെ കൂടെയുള്ള ബിസിനസ് മീറ്റിംഗ് വെറും ഒരു മീറ്റിംഗ് അല്ലായിരുന്നുവെന്നും
തന്റെ ബാല്യകാല സുഹൃത്തും മന്ത്രിയുമായ തന്റെ ഫ്രണ്ട് രവീന്ദ്രന്റെ മകൾക്ക് വേണ്ടി ഹരിയെ കൊടുക്കുന്നതിന്റെ കരാർ ഉറപ്പിക്കലും കൂടെയായിരുന്നു അത്. ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായനായി പോയ ഹരിയും ഒറ്റ രാത്രി കൊണ്ട് തന്റെ സ്വപ്നങ്ങളൊക്കെ തകർന്നടിഞ്ഞ മീരയും. മന്ത്രിപുത്രിയും തന്റെ മകനും തമ്മിലുള്ള ബന്ധം കൊണ്ട് ആ പിതാവ് കണ്ടത് മകന്റെ രാഷ്ട്രീയ ഭാവിയായിരുന്നു. അച്ഛനോട് നോ പറയാൻ ധൈര്യമില്ലാത്ത ഒരു മകനാണല്ലോ താൻ എന്നോർത്ത് അവന് തന്നോട് തന്നെ വെറുപ്പ് തോന്നി. മുറിക്കുള്ളിലേക്ക് പോയ മീരയെ തിരക്കി ഊർമിള വന്നു. കട്ടിലിൽ മുഖമമർത്തി കരയുന്ന മീരമോളെ കണ്ട് ഊർമിള ആകെ പേടിച്ചുപോയി. എന്താ മോളെ, എന്തു പറ്റി നിനക്ക്? അവൾക്ക് മറുപടി പറയാൻ വാക്കുകളില്ലായിരുന്നു. ഊർമിളയെ കെട്ടിപ്പിടിച്ച് അവൾ അലറിക്കരഞ്ഞു. കാര്യമറിയാതെ അവർ അവളെ ചേർത്ത് പിടിച്ചു. അല്പസമയത്തിനുള്ളിൽ സ്വയനില വീണ്ടെടുത്ത് മീര ഊർമിളയോട് കാര്യങ്ങൾ പറഞ്ഞു. അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഊർമിള പറഞ്ഞു, മോളെ മീര, നീ പഠിച്ച കുട്ടിയല്ലേ, കാര്യങ്ങൾ പക്വതയോടെ കാണൂ, എല്ലാം വിവേകബുദ്ധിയാൽ നേരിടൂ. നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള പഠിപ്പ് എനിക്കില്ല. പക്ഷെ ഒന്നുണ്ട് മോളെ, നമ്മുടെ സ്നേഹം അത് അർഹിക്കുന്നവർക്ക് ഈശ്വരൻ കൊടുക്കൂ. മോള് റെസ്റ്റ് എടുക്ക, മുത്തച്ഛൻ ഒന്നും അറിയണ്ട, അവർ കൂട്ടിച്ചേർത്തു. മീരയുടെ കണ്ണുകൾ തുടച്ച് അവൾ മുറിക്ക് പുറത്തിറങ്ങി. എങ്ങനെ എനിക്കത് സഹിക്കാനാവും? ചേച്ചി പറഞ്ഞതുപോലെ എല്ലാം മറക്കാൻ എനിക്ക് പറ്റുമോ? വിരിയും മുമ്പ് കൊഴിഞ്ഞു വീണ തന്റെ പ്രണയം, ഒരുപാട് ചോദ്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന മനസ്സ്, അവൾക്കൊരു തീരുമാനമെടുക്കാനായില്ല. ഉച്ചഭക്ഷണത്തിന് മീരയെ കാണാഞ്ഞിട്ട് മുത്തച്ഛൻ ഊർമിളയോട് അവളെപ്പറ്റി തിരക്കി. മോൾക്കൊരു തലവേദന, ഉറങ്ങി എഴുന്നേറ്റിട്ട് ഞാൻ ഭക്ഷണം കൊടുത്തോളാം. ഊർമിള ഉള്ളതാണ് ഞങ്ങൾക്കൊരു സമാധാനം, മുത്തച്ഛൻ മാധവനോട് പറഞ്ഞു നിർത്തി. തോട്ടത്തിലേക്ക് പോകാനിറങ്ങിയ മാധവനോട് ഊർമിള പറഞ്ഞു, മോൾക്ക് നല്ല സുഖമില്ല, ഞാനിന്ന് ഇവിടെ നിൽക്കാം. മാധവൻ സമ്മതിച്ചു. ഇടയ്ക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. 2 കുടുംബമാണെങ്കിലും അവർ ഒരു കുടുംബം പോലെയാണ്. ഉച്ചമയക്കം കഴിഞ്ഞ് മുത്തച്ഛൻ തോട്ടത്തിലേക്ക് പോയി. മീരമോളെ നോക്കാനായി റൂമിലെത്തിയ ഊർമിള കണ്ടത് കരഞ്ഞു തളർന്ന മുഖവുമായി ഇരിക്കുന്ന മീരയെയാണ്. അവൾക്ക് കൂട്ടിരുന്ന ഊർമിളയ്ക്ക് മനസ്സിലായി എല്ലാം മറക്കാൻ അവൾക്ക് ഇനിയും സമയം വേണമെന്ന്. മീരയുടെ മനസ്സ് ഇതിനോട് പൊരുത്തപ്പെടാൻ അവർ അവൾക്ക് ഒരു താങ്ങായി കൂട്ടുനിന്നു. മറുവശത്ത് എന്തു ചെയ്യണമെന്നറിയാതെ ഹരി രണ്ടും കൽപ്പിച്ച് അമ്മയോട് പറഞ്ഞു, എനിക്ക് ഈ വിവാഹം വേണ്ട എന്ന്. മോനെ ഹരി, നിന്റെ അച്ഛൻ തീരുമാനിച്ചു, അവർക്കും സമ്മതം. നിന്റെ നല്ല ഭാവിക്ക് ഇതൊരു തുടക്കമാണ്. മോൻ ഇനി എതിർപ്പൊന്നും കാണിക്കണ്ട. എല്ലാവർക്കും കുട്ടിയെ ഇഷ്ടമായി. അപ്പൊ എന്റെ ഇഷ്ടത്തിന് ഇവിടെ ഒരു വിലയുമില്ലേ അമ്മേ? എന്താ മോനെ, എന്തു പറ്റി നിനക്ക്? ഹരിയുടെ ഇടറിയ ശബ്ദം അമ്മയ്ക്ക് സംശയമുളവാക്കി. ഒരു കൊച്ചുകുട്ടിയെ പോലെ അമ്മയുടെ മടിയിൽ കിടന്ന് അവൻ ഏങ്ങലടിച്ചു കരഞ്ഞു. തനിക്ക് മീരയെ ഇഷ്ടമാണെന്ന് അവൻ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. എന്താ കുഞ്ഞെ നീ ഇത് ഇത്രയും നാൾ പറയാതിരുന്നത്? അമ്മേ, എനിക്ക് അച്ഛനെ പേടിയാണ്. അമ്മ അച്ഛനോട് പറയണം. എനിക്ക് ജോലിയുണ്ട്, നമുക്ക് ആവശ്യത്തിന് സ്വത്തുമുണ്ട്. ഇനിയും എന്തിനാണമ്മേ സ്വത്തുക്കൾ? മീര പാവമാണ്, എനിക്ക് അവളെ മറക്കാനാവുന്നില്ല. അവന്റെ സങ്കടം കണ്ട അമ്മയ്ക്ക് എന്തു പറയണമെന്നറിയാതെയായി. ഒരു പക്ഷേ ഹരി പറഞ്ഞതുപോലെ അച്ഛനോട് പറയാൻ അമ്മയ്ക്കും പേടിയാണ്. മീരയെപ്പറ്റി അച്ഛൻ അറിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അവർക്ക് ഊഹിക്കാനാവുന്നില്ല. അച്ഛന് ഹരിയെപ്പറ്റി വലിയ സ്വപ്നങ്ങളാണ്, അതാർക്കും തകർത്ത് കളയാനുള്ളതല്ല എന്ന് അവൾക്കറിയാം. തന്റെ മകന്റെ വിഷമം കണ്ട അമ്മ നിസ്സഹായയായി. മീരയെ വിളിക്കാനുള്ള ധൈര്യം പോലും ഹരിക്കുമില്ല. രണ്ടും കൽപ്പിച്ച് അവൻ അവളെ വിളിച്ചു. ഫോൺ റിങ് ചെയ്തു നിന്നു. നോ ആൻസർ. അവൾക്ക് തന്നോട് പിണക്കമാവും. ഇന്നലെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇന്ന് മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്ന ഒരു കാമുകനെ ലോകത്തേത് പെണ്ണ് സ്നേഹിക്കും? അവന്റെ മനസ്സിൽ വിഷമം അലതല്ലി. രാവിലെ തന്നെ മീരമോളുടെ തലവേദന എങ്ങനെയുണ്ടെന്ന് അന്വേഷിച്ച് മുത്തശ്ശൻ മീരയുടെ മുറിയിലെത്തി. അവളുടെ കരഞ്ഞു തളർന്ന കണ്ണുകൾ, വീങ്ങിയ മുഖം. മുത്തച്ഛൻ എന്തോ പന്തികേട് തോന്നി. പതിയെ അവളുടെ തലമുടിയിൽ തടവി അയാൾ ചോദിച്ചു, എന്താ എന്റെ മീരമോൾക്ക്? മുത്തച്ഛനോട് പറയില്ലേ? ആ വാക്കുകൾ മീരയുടെ മിഴികൾ നനയിച്ചു. തന്റെ ആകെയുള്ള ആശ്രയം മുത്തച്ഛനാണ്. തനിക്ക് വേണ്ടി മാത്രമാണ് മുത്തച്ഛൻ ജീവിക്കുന്നത്. ആ വൃദ്ധനോട് നുണ പറയാൻ അവൾക്കായില്ല. ഹരിയുടെ വിവാഹം നിശ്ചയിച്ചതും അവർക്കിരുവർക്കും ഇഷ്ടമായിരുന്നുവെന്നും അവൾ തുറന്നു പറഞ്ഞു. മറ്റാരിലും കാണാത്ത ഒരു ധൈര്യം മുത്തച്ഛന്റെ മുഖത്ത് അവൾ കണ്ടു. എന്റെ മോള് വിഷമിക്കാതെ, ഞാൻ ഹരിയുടെ അച്ഛനെ കണ്ട് സംസാരിക്കാം. അവൾക്കത് വിശ്വസിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എന്റെ കുട്ടി കരഞ്ഞു തളർന്നിരിക്കാതെ പഴയതുപോലെ ആവണം. ഈ മുത്തച്ഛന് നിന്റെ ഈ മുഖം കാണാനാവുന്നില്ല. മുത്തച്ഛൻ പുറത്തിറങ്ങി മാധവനെ വിളിച്ചു. എന്തൊക്കെയോ സംസാരിച്ചു. ജനാലിലൂടെ മീര കണ്ടത് എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു പോരാളയെ പോലെയുള്ള തന്റെ മുത്തച്ഛനെയാണ്. 2 മണിക്കൂറിനുള്ളിൽ മുത്തച്ഛനും മാധവനും കൂടി ഹരിയുടെ വീട്ടിലേക്ക് പോകാനായി ഇറങ്ങി. മീരയുടെ മനസ്സ് പതിവിലും കൂടുതലായി മിടിച്ചു തുടങ്ങി. ഹരിയോട് വിളിച്ചു പറയണോ മുത്തച്ഛൻ വീട്ടിലോട്ട് വരുന്ന കാര്യം? എന്താ ചെയ്യേണ്ടതെന്ന് അവൾക്കറിയില്ലായിരുന്നു.
ഹരിയുടെ വീട്ടിലെത്തിയ മീരയുടെ മുത്തച്ഛനെ ഹരിയുടെ അമ്മ സ്വീകരിച്ചിരുത്തി. മുറിയിലായിരുന്ന ഹരിയും സ്വീകരണ മുറിയിലെത്തി മുത്തച്ഛനെ കണ്ടു. എന്താ മോനെ, നിങ്ങളെ വിഷമിപ്പിച്ചിട്ട് ഞങ്ങൾ എങ്ങനെ സന്തോഷമായിരിക്കും? ഞാൻ അച്ഛനോട് സംസാരിക്കാം, എൻ്റെ കുട്ടികളെ വിഷമിക്കരുത്. ആ വൃദ്ധനെ ഹരിക്ക് ദൈവതുല്യമായി തോന്നി. ഹരിയുടെ അച്ഛൻ ഇവിടെ ഇല്ല, എന്തോ ബിസിനസ് കാര്യമായി പോയതാണ്. അമ്മയുടെ മറുപടി കേട്ട് മുത്തച്ഛൻ പറഞ്ഞു, സാരമില്ല, ഞാൻ കാത്തിരിക്കാം, എനിക്ക് സംസാരിക്കണം, അത്യാവശ്യമാണ്. തന്റെ ഭർത്താവിന്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ടാവാം ഹരിയുടെ അമ്മയുടെ മുഖത്ത് ഒരു ഭയം മൂടിക്കെട്ടിയിരുന്നു. 2 മണിക്കൂറിനുള്ളിലെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് മുറ്റത്തൊരു കാർ വന്നു നിന്നു. ഹരിയുടെ അച്ഛൻ ഇറങ്ങി വീട്ടിനുള്ളിലേക്ക് കയറി. തന്റെ സ്വീകരണ മുറിയിലിരിക്കുന്ന വൃദ്ധനെ കണ്ട് ഒരു അമ്പരപ്പ് തോന്നി. അത് അവസാനിക്കുന്നിടത്ത് ഹരിയുടെ അമ്മ പറഞ്ഞു, ഹരിയുടെ കൂടെ ജോലി ചെയ്യുന്ന മീരയുടെ മുത്തച്ഛനാണ്. ഒന്നും മനസ്സിലായില്ലെങ്കിലും ഹരിയുടെ അച്ഛൻ മുത്തച്ഛന്റെ മുമ്പിലിരുന്നു. എന്താ കാര്യം? ഇച്ചിരി ഗൗരവമുള്ള കാര്യമാണ്, അതാണ് ഇത്ര ധൃതി പിടിച്ച് ഞാൻ ഇങ്ങോട്ട് എത്തിയത്. പറഞ്ഞോളൂ, എന്റെ സമയം വളരെ വിലപിടിച്ചതാണ്. എനിക്ക് ലാഭമില്ലാത്ത ഒരു സംസാരത്തിനും സമയം കളയാറില്ല. ഹരിയുടെ അച്ഛന്റെ മറുപടി അല്പം പുച്ഛത്തിലായിരുന്നു. തന്റെ കൊച്ചുമകൾക്ക് വേണ്ടി ഹരിയെ ചോദിച്ചു വന്നതാണ് എന്ന് ആ വൃദ്ധൻ പറഞ്ഞു തീർന്നതും ഹരിയുടെ അച്ഛന്റെ കണ്ണുകൾ ചുവന്നു. നിങ്ങളുടെ കൊച്ചുമകൾക്ക് കൊടുക്കാനുള്ളതല്ല, എന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ അവനെ വളർത്തിയത്. അതും പറഞ്ഞ് ഇവിടേക്ക് വരാൻ എന്ത് ധൈര്യമാണ് തനിക്കുള്ളത്? കുട്ടികളുടെ ഇഷ്ടം നമ്മൾ കാണണ്ടേ ഹരിയുടെ അച്ഛ? എന്ന മുത്തച്ഛന്റെ ചോദ്യത്തിന്, ആൺകുട്ടികൾക്ക് പല പെൺപിള്ളാരോടും ഇഷ്ടം തോന്നും, അതെല്ലാം കല്യാണം കഴിക്കാനുള്ളതാവില്ല എന്ന മറുപടി മുത്തച്ഛന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അവന്റെ രാഷ്ട്രീയ ഭാവി എന്റെ സ്വപ്നമാണ്, അത് തകർക്കാൻ ഞാൻ ഒരുത്തിയെയും സമ്മതിക്കില്ല. എന്റെ വാക്കനുസരിക്കാനാണ് ഞാൻ അവനെ പഠിപ്പിച്ചത്. ഹരിയുടെ അച്ഛന്റെ വാക്കുകൾക്ക് ഒരുപാട് ഖനമുള്ളതുപോലെ ആ വൃദ്ധന് തോന്നി. എന്നാ പിന്നെ ഇറങ്ങുവല്ലേ എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ നിൽക്കാതെ അയാൾ പടികളിറങ്ങി. കാറിനടുത്തേക്ക് നടന്നു. ദൂരെയുള്ള കാറും അതിനുള്ളിലിരിക്കുന്ന മാധവനും തന്റെ നിറഞ്ഞ മിഴികളിലൂടെ മുത്തച്ഛന് തെളിഞ്ഞു കാണാനായില്ല. വണ്ടിക്കുള്ളിൽ കയറിയ മുത്തച്ഛന്റെ മുഖം കണ്ട മാധവൻ ചോദിച്ചു, എന്താ പറ്റിയ കൊച്ചേട്ടാ? വണ്ടിയെടുക്കും മാധവ, അത്രമാത്രം പറഞ്ഞ് ആ വൃദ്ധൻ സീറ്റിലേക്ക് ചാരിയിരുന്നു. പതിയെ കണ്ണുകൾ അടച്ചു. എന്തോ സംഭവിച്ചു. ആ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് മാധവന് മനസ്സിലായി. വീട്ടിലോട്ടുള്ള വഴിയിൽ ഒന്നും മിണ്ടാതെ കണ്ണടച്ചു കിടക്കുന്ന മുത്തച്ഛനെ മാധവൻ നിരീക്ഷിച്ചു. വീട്ടിലെത്തി മുത്തച്ഛനെ വിളിച്ചിട്ട് മറുപടിയില്ലാഞ്ഞപ്പോൾ മാധവൻ ഒന്ന് അമ്പരന്നു. കൊച്ചേട്ട എന്ന് വിളിച്ചു തോളത്തു തട്ടിയപ്പോൾ ഒരു സൈഡിലേക്ക് വീണുപോയി. മീരമോളെ എന്ന് നിലവിളി കേട്ട് പുറത്തേക്ക് ഓടി വന്ന മീര കണ്ടത് ബോധമില്ലാതെ കാറിനുള്ളിൽ കിടക്കുന്ന മുത്തച്ഛനെയാണ്. ഒന്നും മനസ്സിലാകാതെ മീര മാധവേട്ടനോട് വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞു. എന്താവാൻ തന്റെ മുത്തച്ഛന് പറ്റിയതെന്ന് ആലോചിച്ച് കരഞ്ഞുകൊണ്ട് അവൾ ആ വൃദ്ധന്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. ഹോസ്പിറ്റലിലെത്തിയ മീര ഓടി കാഷ്വാലിറ്റിയിൽ കയറി സ്ട്രെച്ചർ ആവശ്യപ്പെട്ടു. അറ്റൻഡേഴ്സ് വേഗം വന്ന് മുത്തച്ഛനെ ട്രയാജിലേക്ക് മാറ്റി. മുറിക്ക് പുറത്ത് കാത്തുനിന്ന മാധവനെയും മീരയും ഡോക്ടർ തന്റെ മുറിയിലേക്ക് വിളിപ്പിച്ചു. കാര്യങ്ങൾ ഇച്ചിരി സീരിയസ് ആണ്, കാർഡിയാക് അറസ്റ്റ് ആണ്. ഇതിനു മുൻപ് ഇതുപോലെ വന്നിട്ടുണ്ടോ എന്നു തുടങ്ങി ഡോക്ടർ ചോദ്യങ്ങൾ തുടങ്ങി. ആകെ മരവിച്ചിരുന്ന മീരമ്മൾക്ക് ശബ്ദം പോലും പൊങ്ങിയില്ല. മാധവൻ പറഞ്ഞു, ഇതുവരെ കൊച്ചേട്ടൻ ഒരു പനി പോലും വന്നിട്ടില്ല, ആരോഗ്യവാനായിരുന്നു. സങ്കടം സഹിക്കാനാവാതെ മീര പൊട്ടിക്കരഞ്ഞു. വിഷമിക്കേണ്ട കുട്ടി, കറക്റ്റ് സമയത്ത് എത്തിച്ചത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബട്ട് ഇപ്പോൾ കോൺഷ്യസ് അല്ല, അപകടനില മാറി. ബോധം വന്നിട്ട് കുറച്ച് ടെസ്റ്റ് ചെയ്യാനുണ്ട്, അതും കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ പറയാനാവും. എനിക്ക് മുത്തശ്ശനെ കാണാനാകുമോ എന്ന മീരയുടെ ചോദ്യത്തിന് ഡോക്ടർ പറഞ്ഞു, ഇപ്പൊ പറ്റില്ല, 4 മണിക്കൂർ കഴിഞ്ഞ് ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റും, അപ്പൊ കുട്ടിക്ക് കാണാം. ഇപ്പൊ CCUയിലാണ്, അങ്ങോട്ട് വിസിറ്റേഴ്സിനെ അലൗഡ് അല്ല. ഡോക്ടറിന്റെ മുറിക്ക് പുറത്തു വന്ന മീരയ്ക്ക് അലറിക്കരയാനാണ് തോന്നിയത്. തനിക്ക് ആകെ ഉണ്ടായിരുന്ന മുത്തച്ഛന്റെ അവസ്ഥ അവൾക്ക് വട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നി. CCUവിന്റെ മുമ്പിൽ ഇരുന്ന് കരയുന്ന അവളുടെ മനസ്സിൽ മുഴുവൻ തന്റെ മുത്തച്ഛൻ ഈ ഗതി വരാൻ താൻ കാരണമായല്ലോ എന്ന കുറ്റബോധമായിരുന്നു. ഊർമിളയും ഹോസ്പിറ്റലിലെത്തി. വാർഡിൽ മുറിയെടുത്ത് കൊടുത്തിട്ട് മാധവൻ അവരെ മുറിയിലാക്കി. വീട് വരെ പോയി കുറച്ച് ക്യാഷ് അറേഞ്ച് ചെയ്തു വരാമെന്ന് പറഞ്ഞ് മാധവൻ ഇറങ്ങി. മീരയും ഊർമിളയും മാത്രമായി മുറിയിൽ. ഫോൺ റിങ് ചെയ്ത് മീരയുടെ കണ്ണിൽ കണ്ടത് ഹരിയുടെ ഇൻകമിംഗ് കോൾ. ഫോൺ ചാടിയെടുത്ത മീര ആദ്യം ചോദിച്ചത് എന്താ എന്റെ മുത്തച്ഛന് പറ്റിയത് എന്നാണ്. ഒന്നും മനസ്സിലാകാതെ ഹരി മിണ്ടാതെ നിന്നു. ഹരിയുടെ നിശബ്ദത മീരയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. മുത്തച്ഛനെ തന്റെ അച്ഛൻ പരിഹസിച്ചു തിരിച്ചയച്ച വിവരം അമ്മ പറഞ്ഞ് ഹരി അറിഞ്ഞിരുന്നു. അതിന് മാപ്പ് പറയാനാണ് വിളിച്ചതെങ്കിലും മീരയുടെ സംസാരം അല്പം കടുപ്പത്തിലായിരുന്നു. മുത്തച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നും കൂടി കേട്ട ഹരിക്ക് എന്തു ചെയ്യണമെന്ന് അറിയാതെയായി. 4 മണിക്കൂറിനു ശേഷം മുത്തച്ഛനെ റൂമിലെത്തിച്ചു.
റൂമിലെത്തിയ ഡോക്ടറിനോട് മീരയും മാധവൻ ചേട്ടനും മുത്തച്ഛന്റെ അവസ്ഥയെപ്പറ്റി ചോദിച്ചു. ഇപ്പം നോർമലാണ്, ബട്ട് സ്ട്രെസ്ഡ് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പെട്ടെന്ന് സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് റെസ്റ്റ് എടുക്കുക. എല്ലാം മോളിച്ചിരി സൂക്ഷിക്കണം. ടാബ്ലറ്റ്സ് കുറച്ച് എഴുതിയിട്ടുണ്ട്, ഫാർമസിയിൽ നിന്ന് വാങ്ങണം. മാസത്തിൽ ഒരിക്കൽ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാനുണ്ട്. പിന്നെ ചെക്കപ്പിനൊക്കെ കറക്റ്റ് സമയത്ത് കൊണ്ടുവരണം. ചെയ്യാം ഡോക്ടർ, ഇടറിയ സ്വരത്തിൽ മീര പറഞ്ഞു നിർത്തി. നാളത്തേക്ക് ഡിസ്ചാർജ് ചെയ്യാം. ഇഞ്ചക്ഷൻ എടുത്തതിന്റെ സെഡേഷനിലാണ്. അത് മാറുമ്പോഴേക്കും മുത്തച്ഛൻ പഴയതുപോലെയാകും. ഓക്കെ ഡോക്ടർ, താങ്ക് യു സോ മച്ച്. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. സമയം വൈകിട്ട് 7 മണി. മോളെ എന്നൊരു ചെറിയ ഞരക്കത്തോടെ മുത്തച്ഛൻ കണ്ണു തുറന്നു. മുത്തച്ഛന്റെ കൈ പിടിച്ചുകൊണ്ട് മീരമോൾ അടുത്തു തന്നെ ഉണ്ടായിരുന്നു. മോള് പേടിച്ചു പോയോ? നിന്നെ തനിച്ചാക്കി ഞാൻ പോവില്ല കുട്ടി. ആ വയസ്സിന്റെ വാക്കുകൾ ഇടറി. ഒന്നും പറയാനാവാതെ മീരയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഊർമിളയും മാധവനും മുത്തച്ഛനും മീരയ്ക്കുമുള്ള കഞ്ഞിയുമായി റൂമിലേക്ക് വന്നു. 4 ഡിസ്ചാർജ് ആക്കാം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിനെനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മാധവ. എന്റെ കൊച്ചേട്ടാ, ഒന്ന് ഹോസ്പിറ്റൽ വരെ വന്നതല്ലേ. അവര് കുറച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്ത് അതിന്റെ റിപ്പോർട്ട് വാങ്ങിയിട്ട് നാളെ പൊക്കോളാൻ പറഞ്ഞു. അത്രയേ ഉള്ളൂ. മാധവന്റെ മറുപടി മുത്തച്ഛനും ബോധിച്ചു. കഞ്ഞി കുടിച്ചിട്ട് കിടക്കൂ, നാളെ രാവിലെ വരാം. ഊർമിളയോട് യാത്ര പറഞ്ഞ് മാധവൻ വീട്ടിലേക്ക് ഇറങ്ങി. സമയം രാവിലെ 7 മണി. നഴ്സിന്റെ സംസാരം കേട്ടുകൊണ്ടാണ് മീരമോൾ കണ്ണു തുറക്കുന്നത്. മുത്തച്ഛൻ പത്രം വായിക്കുന്നു. എന്താ കുട്ടി, ക്ഷീണമൊക്കെ മാറിയോ? മുത്തച്ഛന്റെ ചോദ്യം കേട്ട മീരമോൾക്ക് ചിരി വന്നു. അല്ല മുത്തച്ഛ, എനിക്കാണോ അസുഖം അതോ മുത്തച്ഛനാണോ? 2 പേർക്കും ഒരു കുഴപ്പവുമില്ല. മറുപടിയായി ഡോക്ടർ കയറി വന്നു. അങ്ങനെ പറഞ്ഞു കൊടുക്ക് ഡോക്ടറെ, മുത്തച്ഛൻ ഡോക്ടറിനോട് പറഞ്ഞു. എങ്കിലും മുത്തച്ഛൻ, ഞാൻ തരുന്ന മരുന്ന് സമയത്ത് കഴിക്കണം. ഇടയ്ക്ക് എന്നെ വന്ന് കാണുകയും ചെയ്യണം, ഡോക്ടർ കൂട്ടിച്ചേർത്തു. അത് ഞാൻ കൊണ്ടുവന്നോളാം ഡോക്ടർ, മീരമോൾ ഉറപ്പ് കൊടുത്തു. എന്നാ പിന്നെ ഡിസ്ചാർജ് ചെയ്തേക്കാം. ബില്ലിങ് കഴിഞ്ഞ് എന്റെ റൂമിലേക്ക് വന്നോളൂ. റിപ്പോർട്ട്സും ഡിസ്ചാർജ് സമ്മറിയും ഒക്കെ ഞാൻ തരാം. ഓക്കെ ഡോക്ടർ, മീരമോൾ പറഞ്ഞു നിർത്തി. എല്ലാം കഴിഞ്ഞ് സമയം 11 മണി ആയപ്പോഴത്തേക്കും ഡിസ്ചാർജ് കഴിഞ്ഞ് അവര് വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയ മുത്തച്ഛനെ മുറിയിലാക്കിയിട്ട് മാധവൻ ഊർമിളയോട് പറഞ്ഞു. നീ കുറച്ചു ദിവസം ഇവിടെ നിൽക്ക്. കുഞ്ഞിനെ ഒറ്റയ്ക്കെല്ലാം കൂടെ നോക്കാൻ പറ്റില്ല. സമ്മതമെന്ന് ഊർമിള തലയാട്ടി. മോള് പോയി കുളിച്ച് ഫ്രഷ് ആകൂ, ഹോസ്പിറ്റലിൽ നിന്നതല്ലേ, ഊർമിള പറഞ്ഞു. തന്റെ റൂമിലെത്തിയ മീര ഫോൺ എടുത്തു. ഹരിയുടെ മെസ്സേജ് ഒക്കെ വന്ന് കിടപ്പുണ്ട്. ഒന്നും നോക്കാൻ അവൾക്കായില്ല. ഫോൺ ചാർജ് ചെയ്യാനിട്ടിട്ട് അവൾ കുളിക്കാൻ കയറി. ഇനി ആർക്കു വേണ്ടിയും കരയില്ലെന്ന ഉറച്ച തീരുമാനം മീര സ്വയം എടുത്തു. വിടരും മുൻപേ കൊഴിഞ്ഞു വീണ പ്രണയം, അതെന്നും അങ്ങനെ തന്നെ അവളുടെ മനസ്സിൽ അടച്ചിട്ട ഒരു മുറി പോലെ. മീരമോളെ, ഫുഡ് കഴിക്കാൻ വാ, ഊർമിള ചേച്ചി വിളിച്ചു. മീരമോൾ പതിയെ ഫുഡ് കഴിക്കാനെത്തി. 2 പേരും നിശബ്ദമായി ഫുഡ് കഴിച്ചു. മുത്തശ്ശ, നമുക്ക് തറവാട് വരെ ഒന്ന് പോയാലോ? നിശബ്ദത കീറി മുറിച്ചുകൊണ്ടുള്ള മീരയുടെ ചോദ്യം മുത്തച്ഛനെ ഒന്ന് കുഴപ്പിച്ചു. മീരയുടെ അച്ഛന്റെ സ്ഥലമാണിത്. തറവാട് പാലക്കാടാണ്. ഇങ്ങോട്ട് കുടിയേറിയിട്ട് വർഷങ്ങളായി. തറവാടും മറ്റു സ്ഥലങ്ങളുമൊക്കെ പണ്ടേ പൂട്ടിയിട്ടതാണ്. അമ്മയുടെ സ്ഥലവും പഴയ തറവാടുമൊക്കെ ഓർമ്മകളായിട്ട് ഒരുപാട് നാളായി. ഒരു ചേഞ്ച് തനിക്കിപ്പോൾ അത്യാവശ്യമാണെന്ന് മീര തിരിച്ചറിഞ്ഞു. അത് നാളുകളായിട്ട് പൂട്ടിക്കിടക്കുമല്ലേ. ആദ്യം മാധവൻ കുറിച്ച് പണിക്കാരെ കൂട്ടിക്കൊണ്ടു പോയി ഒന്ന് ക്ലീനൊക്കെ ചെയ്യട്ടെ. 2 ദിവസം കഴിഞ്ഞ് നമുക്ക് പോകാം. ഓക്കെ മുത്തച്ഛ. മാധവനോട് നാളെ തന്നെ പുറപ്പെടാനുള്ള നിർദ്ദേശം മുത്തച്ഛൻ നൽകി. തന്റെ പേരക്കുട്ടി എന്തിൽ നിന്നൊക്കെ ഒളിച്ചോടുന്നു എന്ന് മുത്തച്ഛന് തോന്നി. മുറിയിലെത്തിയ മീര തന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു വെച്ച് നിദ്രയിലേക്ക് മാഞ്ഞു. മീരയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ച ഹരിക്ക് നിരാശ മാത്രം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും പറ്റാത്ത അവസ്ഥ. ഫോൺ ചെയ്താൽ സ്വിച്ച് ഓഫ്. കല്യാണം പെട്ടെന്ന് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് അച്ഛനും രവീന്ദ്രനും. ആകെക്കൂടെ വട്ടുപിടിക്കുന്ന പോലെ തോന്നി ഹരിക്ക്. വീട്ടിലേക്ക് വിളിക്കാൻ നോക്കിയാൽ നമ്പർ ഡിസ്കണക്റ്റ് ആണ്. ഇടയ്ക്ക് ടൗൺ വരെ പോയി വരാൻ അച്ഛന്റെ നിർദ്ദേശം കിട്ടിയ ഹരി ആദ്യം പോയത് മീരയുടെ വീട്ടിലേക്കാണ്. പൂട്ടിയിട്ട ഗേറ്റ് ഹരിക്ക് എന്തു ചെയ്യണമെന്നറിയാതെയായി. തറവാട്ടിലെത്തിയ മീരമോൾക്ക് നല്ല മാറ്റമുണ്ടെന്ന് മുത്തച്ഛന് ബോധ്യമായി. യാഥാർത്ഥ്യത്തോടെ പൊരുത്തപ്പെടുവാൻ അവൾക്ക് സാധിച്ചു എന്ന് അയാൾക്ക് മനസ്സിലായി. മുറിഞ്ഞടർന്ന തന്റെ മനസ്സ് ഒരിക്കലും മറ്റാർക്കും മനസ്സിലാവരുത് എന്ന നിശ്ചയം മീരയ്ക്കുണ്ടായിരുന്നു. ഒരിക്കൽ കൂടി തനിക്ക് വേണ്ടി തന്റെ മുത്തച്ഛൻ വിഷമിക്കുന്നത് അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഒറ്റയ്ക്കിരുന്നുള്ള കരച്ചിലും ഒറ്റപ്പെടലുമൊക്കെ മറ്റാരും കാണാതെ അവൾ തന്നിലൊതുക്കി. ചിലപ്പോഴൊക്കെ എല്ലാം മറന്നൊന്ന് പൊട്ടിക്കരയാൻ അവൾ ആഗ്രഹിച്ചു. പക്ഷേ ചുറ്റുമുള്ളവരുടെയൊക്കെ സന്തോഷം അവൾക്ക് അതിലും അപ്പുറമായിരുന്നു. മറക്കാനാവാത്ത നല്ല ഓർമ്മകൾ മനസ്സിന്റെ ഒരു കോണിൽ കുഴിച്ചുമൂടി പുതിയ സ്ഥലത്ത് അവൾ തന്റെ സ്വപ്നങ്ങൾ തിരഞ്ഞു.
സന്തോഷത്തിന്റെ 2 മാസങ്ങൾ പെട്ടെന്ന് പെയ്തു തീർന്നു. മറുവശത്ത് ഹരിയുടെ അവസ്ഥ വിപരീതമായിരുന്നു. അച്ഛന്റെ ആഗ്രഹപ്രകാരം കല്യാണം കഴിച്ചു. എന്നാൽ ആ ജീവിതം തനിക്ക് വിധിച്ചതല്ല എന്ന് ആദ്യ ദിവസം തന്നെ അവന് മനസ്സിലായി. മീരയെ പോലൊരു പെണ്ണിനെ മനസ്സിൽ പൂജിച്ച ഹരിക്ക് അതിന് വിപരീതമായ ഒരു ജീവിത സഖിയാണ് തന്റെ അച്ഛൻ നേടിക്കൊടുത്തത്. വിഷമങ്ങളൊക്കെ ഉള്ളിലൊതുക്കി എല്ലാം വിധിയെന്ന് ആശ്വസിച്ച് കല്യാണത്തിന് നിന്നുകൊടുത്ത ഹരിക്ക് ജീവിതം സമ്മാനിച്ചത് വിചിത്രമായിരുന്നു. മന്ത്രിയുടെ മകൾ എന്നതിലുപരി എല്ലാം കൊണ്ടും തന്നിഷ്ടക്കാരിയായിരുന്നു വർഷ. തന്റെ അച്ഛൻ തനിക്ക് എന്തും നേടിക്കൊടുക്കും എന്ന അഹങ്കാരവും ഒരുപാട് പണമുള്ളതിന്റെ ഹുങ്കും ഒക്കെയുള്ള ഒരു പെണ്ണ്. ഭർത്താവെന്ന് പോയിട്ട് ഒരു മനുഷ്യൻ എന്ന പരിഗണന പോലും അവൾ ഹരിക്ക് നൽകിയിരുന്നില്ല. തന്റെ അച്ഛന്റെ പണവും അധികാരവും പ്രയോജനപ്പെടുത്താനായി കൂടെ കൂടിയ ഒരു ജന്മം എന്ന ഭാവമായിരുന്നു അവൾക്ക് അവനോട്. തന്റെ മകൾക്ക് ഇച്ചിരി മുൻകോപമുണ്ടെന്നേ ഉള്ളൂ, അവൾ പാവമാണ് ഹരി, മോൻ വേണം എല്ലാം നേരെയാക്കാൻ. രവീന്ദ്രന്റെ വിശദീകരണം അവന് മനസ്സിലാകുന്നതിലും അപ്പുറമായിരുന്നു. ലേറ്റ് നൈറ്റ് പാർട്ടീസ്, പബ്സ്, ഷോപ്പിംഗ്സ് ഇവയൊക്കെയായിരുന്നു വർഷ. സ്വന്തം സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രം നോക്കിയിരുന്ന ഒരു പെണ്ണ്. എല്ലാറ്റിനോടും പൊരുത്തപ്പെട്ടു പോകാൻ ഹരി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും മനസ്സ് കൈവിട്ടു പോകുമോ എന്നവൻ ഭയന്നു. മകന്റെ വിഷമങ്ങൾ അച്ഛന് മനസ്സിലായില്ലെങ്കിലും ആ അമ്മ മനസ്സിലാക്കിയിരുന്നു. തന്റെ കുഞ്ഞിന്റെ ജീവിതം നശിച്ചു പോകുമോ എന്ന ഭയം ആ അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു. മകളുടെ സ്വഭാവം അറിയുന്നത് കൊണ്ടാവാം വർഷയുടെ അച്ഛൻ മരുമകനെ പാർട്ടിയിൽ മുന്തിയ പദവിയിൽ എത്തിച്ചു. രാഷ്ട്രീയം ഇഷ്ടപ്പെട്ടിരുന്ന ഹരിക്ക് അമ്മായിയച്ഛന്റെ രാഷ്ട്രീയം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പാതി വഴിയിൽ എവിടെയോ വെച്ച് നഷ്ടപ്പെട്ട അവന്റെ പ്രതികരണശേഷി അവനെ അതൊക്കെ സഹിക്കാൻ ശീലിപ്പിച്ചു. ജീവിതം കൊണ്ട് തോറ്റുപോയി എന്ന തോന്നല് മാത്രമായി അവന്റെ ഉള്ളിൽ. പഴയ ചുറുചുറുക്കും സന്തോഷവും തന്റെ മകനില്ല എന്ന സത്യം ആ മുരടനായ അച്ഛന് മനസ്സിലായെങ്കിലും തന്റെ തീരുമാനങ്ങൾ തെറ്റിയെന്ന് സമ്മതിക്കാൻ അയാളും തയ്യാറല്ലായിരുന്നു. മീരയെപ്പറ്റി ഒരുപാട് തിരക്കിയെങ്കിലും ഹരിക്ക് ഒരു വാർത്തയും അറിയാനായില്ല. പതിയെ പതിയെ അവനും അവളൊരു നീറുന്ന മുറിവായി മനസ്സിൽ കിടന്നു. പഴയതുപോലെ കോളേജുകളിലൊന്നും പോകാറില്ല. പാർട്ടിയുടെ സെക്രട്ടറി, മന്ത്രിയുടെ മരുമകൻ എന്ന നിലയിലൊക്കെ ഫേമസ് ആയി പോയി ഹരി. ഇടയ്ക്ക് എവിടെയോ വെച്ച് കോളേജിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിനെ യാദർച്ഛികമായി കാണാനിടയായി. മീര ജോലി രാജിവെച്ചു എന്ന വാർത്ത ഹരി അറിയാനിടയായത് അങ്ങനെയാണ്. അപ്പോഴും അവൾ എവിടെയായിരിക്കും, എങ്ങനെയാവും എന്ന ചിന്തകൾ അവനെ അലട്ടിക്കൊണ്ടിരുന്നു. ജോലി രാജിവെച്ച മീര അവിടെ സ്ഥിരതാമസമാക്കി. ഇടയ്ക്ക് മാധവനും മുത്തച്ഛനും തോട്ടവും വീടും വന്ന് നോക്കുമെന്നല്ലാതെ അവർ എല്ലാവരും ശരിക്കും പാലക്കാട് സെറ്റിൽഡായി എന്ന് വേണേൽ പറയാം. ജോലിയില്ലാത്തതിനാൽ മീരയ്ക്ക് ആവശ്യത്തിലധികം സമയം കിട്ടി. എപ്പോഴോ തോന്നിയ സിവിൽ സർവീസ് എന്ന മോഹം അവൾ പതിയെ പൊടി തട്ടിയെടുത്തു. പഠിക്കാൻ മിടുക്കിയായിരുന്ന തന്റെ പേരക്കുട്ടിക്ക് എന്തും നേടാനാകും എന്ന നിശ്ചയം മുത്തച്ഛനുണ്ടായിരുന്നു. മീരയുടെ ആഗ്രഹം പോലെ ആവട്ടെ എന്ന് ആ വൃദ്ധൻ തീരുമാനിച്ചു. 3 കൊല്ലം വളരെ പെട്ടെന്ന് കടന്നുപോയി. സിവിൽ സർവീസ് എക്സാം റാങ്കോടുകൂടി പാസ്സായ മീര തന്റെ പോസ്റ്റിങ്ങിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അമ്മായിയച്ഛന്റെ പാർട്ടിക്ക് വേണ്ടി മരുമകൻ വിശ്രമമില്ലാതെ ജോലിയെടുക്കുന്നു. MLA എന്ന പദവി കൂടി അമ്മായിയച്ഛൻ മരുമകന് നേടിക്കൊടുത്തു. ഇതിനിടെ ഹരിയുടെ അച്ഛൻ BP കൂടി സ്ട്രോക്ക് വന്ന് തളർന്ന് കിടപ്പിലായി. ഒരുപാട് ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങിയെങ്കിലും ഇനി ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ല എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതി. അച്ഛനു വേണ്ടി ഒരു മിനി ഹോസ്പിറ്റൽ അവരുടെ വീട്ടിൽ അവൻ ഉണ്ടാക്കി. എപ്പോഴും കൂടെ നഴ്സുമാരും ആഴ്ചയിൽ ഒന്ന് വന്ന് നോക്കാൻ ഡോക്ടറും ഒക്കെയായി. അമ്മ പതിയെ അച്ഛന്റെ ശുശ്രൂഷകളിൽ മാത്രമായി. ജീവിതത്തിൽ മറ്റ് സന്തോഷങ്ങൾ ഒന്നും ഇനി ഉണ്ടാവില്ല എന്ന ബോധം ആ മാതാപിതാക്കൾക്ക് ഉണ്ടായി തുടങ്ങി. ഒരു പേരക്കുട്ടിയെ താലോലിക്കാനുള്ള ആഗ്രഹം ഹരിയുടെ മാതാപിതാക്കൾക്കുണ്ടായിരുന്നത് പതിയെ മാഞ്ഞു തുടങ്ങി. വർഷ തങ്ങൾ വിചാരിച്ച പോലെ ഒരു മരുമകളല്ല എന്ന സത്യം അവർ മനസ്സിലാക്കി. തന്റെ മകന്റെ മുഖത്ത് നോക്കാൻ പോലും ആ മാതാപിതാക്കൾക്കായില്ല. കുടുംബജീവിതം എന്ന അധ്യായം ഹരി തുറക്കുന്നതിന് മുൻപ് അടച്ചു എന്ന് വേണേൽ പറയാം. ഇതിനുള്ളിൽ 2 തവണ ലഹരി മരുന്നുമായി വർഷയെ പോലീസ് പിടിച്ചു. അച്ഛന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് അവിടെയൊക്കെ വർഷ എന്ന മന്ത്രിപുത്രി കുറ്റവിമുക്തയായി. എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒരിക്കൽ പോലും മാറാൻ അവൾ തയ്യാറായിരുന്നില്ല. ഹരിയെ ഒരിക്കൽ പോലും അവൾ കൺസിഡർ ചെയ്തിരുന്നില്ല. പോസ്റ്റിംഗ് ലഭിച്ച മീര ട്രിവാൻഡ്രത്തെത്തി. താമസം ക്വാർട്ടേഴ്സിലായതുകൊണ്ട് കൂടെ ഊർമിള ചേച്ചിയും ഉണ്ടായിരുന്നു. സഹായത്തിന് എപ്പോഴും അവളുടെ കൂടെ ഒരാൾ ഉണ്ടായിരിക്കണമെന്ന് മുത്തച്ഛന് നിർബന്ധമായിരുന്നു. പ്രായത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഒഴിച്ചാൽ മുത്തച്ഛനും ആരോഗ്യവാനായിരുന്നു. നാളെ ജോയിൻ ചെയ്യേണ്ട ദിവസമായതിനാൽ മീര അല്പം നേരത്തെ തന്നെ കിടന്നു. രാവിലെ അലാം അടിച്ചപ്പോൾ തന്നെ ഉണർന്ന് റെഡിയായി അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോയ്ക്ക് മുൻപിൽ പ്രാർത്ഥിച്ച് മുത്തച്ഛനെ വീഡിയോ കോൾ വിളിച്ച് എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി മീര തന്റെ പുതിയ ദൗത്യത്തിലേക്ക് ചുവടുവെച്ചു. ഔദ്യോഗിക വാഹനം തന്നെയും കാത്ത് പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഓഫീസിലെത്താൻ വെറും 20 മിനിറ്റ് മാത്രമേ എടുത്തുള്ളൂ.
ചെറിയൊരു സ്വീകരണം അവിടെ മീരയ്ക്ക് ലഭിച്ചു. സഹപ്രവർത്തകരുടെ സ്വീകരണവും ഇടപഴകലുമൊക്കെ അവൾക്ക് സന്തോഷമുളവാക്കി. ഓഫീസിൽ തന്റെ കാര്യങ്ങൾക്ക് അസിസ്റ്റ് ചെയ്തിരുന്നത് ഒരു ദീപക്. അവൻ മീരയെ അവളുടെ റൂമിൽ എത്തിച്ചു. ദീപക്, എന്തൊക്കെയാണ് നെക്സ്റ്റ് 2 വീക്സ് പ്രോഗ്രാംസ്? ഓൾറെഡി ചാർട്ട് ചെയ്തത് ഒരു 3 പ്രോഗ്രാം ഉണ്ട് മാം. ഓക്കെ ദീപക്, ജസ്റ്റ് ഗീവ് മീ എ ബ്രീഫ് അബൌട്ട് ദാറ്റ്. ഷുവർ മാം. ഒരു സർവകക്ഷി യോഗമുണ്ട് 2 ദിവസത്തിനു ശേഷം. അതിൽ കളക്ടർക്ക് ഇൻവിറ്റേഷൻ ഉണ്ട്. പിന്നീട് ഒരു NGO ഫൗണ്ടേഷന്റെ ആനിവേഴ്സറി പ്രോഗ്രാം. അത് നമ്മുടെ അരുവിക്കരയിൽ വെച്ചാണ് നടത്തുന്നത്. അത് കഴിഞ്ഞൊരു കോളേജ് ഫംഗ്ഷൻ. ഓക്കെ ദീപക്, താങ്ക് യു. ഇന്ന് നമുക്ക് മിനിസ്റ്ററിനെ മീറ്റ് ചെയ്യേണ്ടതാണ്. യെസ് മാം. 10 മണിക്കാണ്. 9:30 ഇറങ്ങിയാൽ മതി. ഞാൻ വന്ന് മാമിനെ വിളിച്ചോളാം. ഓക്കെ ദീപക്, താങ്ക് യു. വെൽക്കം മാം. പിന്നെ മാം, എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു മാഡത്തിനെ പരിചയപ്പെടാൻ. ഓ സോറി ദീപക്, എല്ലാവരോടും വരാൻ പറയൂ. എല്ലാവരും വന്ന് പരിചയപ്പെടുത്തിയതിനു ശേഷം മീര ഒറ്റയ്ക്കായി മുറിയിൽ. മൊബൈൽ റിങ് ചെയ്തു. മുത്തച്ഛനാണ്. അവൾ ഫോൺ എടുത്തു. മോളെ മീര, കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മുത്തച്ഛ, എല്ലാം നന്നായി നടന്നു. ഇനി 10 മണിക്ക് മിനിസ്റ്ററിനെ കാണാൻ പോണം. ഓക്കെ മോളെ, നാളെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങ് വരും. മോൾ ഒറ്റയ്ക്കാണെന്ന് തോന്നരുത്. ഇല്ല മുത്തച്ഛ, ഊർമിള ചേച്ചി ഉണ്ടല്ലോ. ഓക്കെ മോളെ, എന്നാ വൈകിട്ട് വിളിക്കാം. ശരി മുത്തച്ഛ. പുതിയ കളക്ടർ മീരയാണെന്ന് ഹരി അറിഞ്ഞിരുന്നു. പഴയ വിങ്ങലുകൾ മനസ്സിനുള്ളിൽ കിടന്നു നീറുന്നത് അവൻ അറിഞ്ഞിരുന്നു. 2 ദിവസത്തിനു ശേഷം സർവകക്ഷി യോഗത്തിനെത്തിയ മീരയെ ഹരി കണ്ടു. പാർട്ടി സെക്രട്ടറിയായ ഹരിയെ അവൾക്കും കാണേണ്ടി വന്നു. പരിപാടിക്ക് ശേഷം അവൻ അവളെ കണ്ട് സംസാരിക്കാൻ ചെന്നു. മീര, എന്തുണ്ട് വിശേഷം? സുഖമാണോ? ഹരിയുടെ മുഖത്ത് നോക്കി ഒരു നിമിഷം സ്തംഭിച്ചു നിന്ന മീര സ്വയം വീണ്ടെടുത്ത് മറുപടി പറഞ്ഞു, സുഖമാണ്. കൂടുതൽ സംസാരിക്കാൻ അവൾ നിന്നു തരാത്തതുപോലെ അവന് തോന്നി. ദീപക് വന്ന്, മാം, ഒരു ഫോൺ കോൾ ഉണ്ട് എന്ന് പറഞ്ഞ് മൊബൈൽ മീരയുടെ കയ്യിൽ കൊടുത്തു. എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് അവൾ മൊബൈലും വാങ്ങി സംസാരിക്കാനായി പോയി. പഴയതിനേക്കാൾ അവൾ സുന്ദരിയായതുപോലെ അവന് തോന്നി. സാരി ഉടുത്തതുകൊണ്ടാവാം, നല്ല പക്വതയുള്ളതുപോലെ. തന്നോടുള്ള പരിഭവത്തിന് മാത്രം ഒരു വ്യത്യാസവുമില്ലെന്ന് അവന് മനസ്സിലായി. വർഷങ്ങൾക്ക് ശേഷം അവളെ കാണാനും മിണ്ടാനും സാധിച്ചതിന്റെ സന്തോഷം അവനുണ്ടായി. അന്ന് രാത്രി അവൾക്ക് ഉറങ്ങാനായില്ല. എന്തോ ഒരു ദുഃഖം അവളുടെ ഉറക്കം കെടുത്തി. പഴയ ദേഷ്യമൊന്നും ഹരിയോടില്ല എന്ന സത്യം അവളും തിരിച്ചറിഞ്ഞു. ഹരിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. മീരയെ പിന്നെയും കാണണമെന്ന ആഗ്രഹം അവനുണ്ടായി. ദിവസങ്ങൾ വളരെ വേഗത്തിൽ കടന്നുപോയി. ഹരി കളക്ടർ ഓഫീസിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് പതിവായി. മീരയോട് മിണ്ടാനുള്ള അവസരം അവൻ കാത്തിരുന്നു. മകന്റെ ചുറുചുറുക്കും സന്തോഷവും തിരികെ വന്നതുപോലെ മാതാപിതാക്കൾക്ക് തോന്നി. ഹരിയുടെ സ്വഭാവത്തിലുള്ള മാറ്റം വർഷയ്ക്കും സംശയമുളവാക്കി. അവനോട് സ്നേഹമൊന്നുമില്ലെങ്കിലും അവൻ സന്തോഷിക്കുന്നത് അവൾക്ക് സഹിക്കാനാവില്ലായിരുന്നു. തന്റെ ചുറ്റും ഹരി കിടന്ന് കറങ്ങുന്നത് മീരയ്ക്ക് മനസ്സിലായെങ്കിലും അവൾ മൗനം പാലിച്ചു. മനസ്സുകൊണ്ട് അവൾ അത് ആഗ്രഹിച്ചതുപോലെ. പണ്ടത്തെ സ്നേഹം മനസ്സിനുള്ളിൽ എവിടെയോ അലതല്ലുന്നത് അവൾ അറിഞ്ഞു. പതിവ് പോലെ ഒരു അവധി ദിവസം. സെക്കൻഡ് സാറ്റർഡേ ആണ്. നാളെ സൺഡേ. മുത്തച്ഛൻ നാളെ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുത്തച്ഛനും മാധവനും ഇടയ്ക്ക് വന്നും പോയി നിൽക്കും. ഇവിടെ ഊർമിള ഫുൾ ടൈം മീരയ്ക്ക് കൂട്ടുണ്ട്. പ്രത്യേകിച്ച് പണികളൊന്നും തന്നെ ഇല്ലാഞ്ഞിട്ട് കുറച്ച് ചിത്രപ്പണികളിൽ വ്യാപൃതയായിരുന്നു മീര. ഒരു കോൾ വന്നു. ആരാ ഇപ്പൊ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് അവൾ ആ മൊബൈൽ കയ്യിലെടുത്തു. അറിയാത്ത നമ്പർ ആണല്ലോ. റിസീവിംഗ് ബട്ടണിൽ പ്രസ് ചെയ്ത് ഹലോ എന്ന് മീര പറഞ്ഞു. മറുതലയ്ക്കൽ നിന്ന് ഒരു സ്ത്രീ ശബ്ദം. മീരയാണോ? അതെ എന്നവൾ മറുപടി പറഞ്ഞു. പഴയതൊന്നും മറക്കാൻ കഴിയാഞ്ഞിട്ടാണോ പിന്നെയും എൻ്റെ ഭർത്താവിനെ തേടി ഇവിടെ വന്നത് എന്നൊരു ചോദ്യം. ഒന്നും മനസ്സിലാവാതെ നിന്ന മീരയോട് ആ സ്ത്രീ ശബ്ദം വീണ്ടും ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ വിലയ്ക്ക് വാങ്ങിയതാണ് ഹരിയെ. അവൻ ഒരിക്കലും സന്തോഷിക്കാൻ ഞാൻ അനുവദിക്കില്ല. വേണമെങ്കിൽ നിന്നെ ഞാൻ അവസാനിപ്പിച്ചു കളയും. മറുപടിക്ക് കാത്തു നിൽക്കാതെ ആ കോൾ കട്ടായി. കുറച്ചു സമയം ഒന്നും മനസ്സിലാകാതെ നിന്ന മീര തൻ്റെ മൊബൈലിൽ ബ്ലോക്ക് ചെയ്ത ഒരു നമ്പർ കണ്ടുപിടിച്ച് അൺബ്ലോക്ക് ചെയ്തു. ദാ വരുന്നു തുടരെ തുടരെ മെസ്സേജുകൾ. ഹരിയുടെ ഒരു മെസ്സേജിന് അവൾ മറുപടി നൽകി. ഐ വാണ്ട് ടു സീ യു. ഉടനെ ഫോൺ റിങ് ചെയ്തു. ഹരിയാണ്. ഫ്രീ ആണെങ്കിൽ ഇപ്പം തന്നെ കാണാം. ഓക്കെ, എന്നാൽ സെൻട്രൽ ലൈബ്രറിയിൽ വരൂ, ഞാൻ അവിടെ കാണും. അത്രയും പറഞ്ഞ് മീര കോൾ കട്ട് ചെയ്തു. എന്തോ നേടിയ സന്തോഷത്തിൽ ഹരി വെപ്രാളപ്പെട്ട് റെഡിയായി അരമണിക്കൂറിനുള്ളിൽ ലൈബ്രറിയിലെത്തി. മീര ഒരു ബുക്കുമായി റീഡിംഗ് കോർണറിൽ ഇരിക്കുന്നത് അവൻ കണ്ടു. പതിയെ അവളുടെ അടുത്തെത്തി. എന്തോ ഒരു പേടി. അവളുടെ മുഖത്ത് നല്ല ഗൗരവം. ഹായ് മീര. വായിച്ചിരുന്ന ബുക്കിൽ നിന്ന് മുഖമുയർത്തി അവൾ അവനെ നോക്കി. എന്നെ ജീവിക്കാൻ അനുവദിക്കില്ലേ? ഒന്നും മനസ്സിലാകാതെ നിന്ന ഹരിയുടെ കയ്യിൽ അവൾ തൻ്റെ മൊബൈൽ കൊടുത്തു. ഈ നമ്പർ ആരുടേതാണ് എന്ന് ചോദിച്ചു. എന്താ മീര, എന്തുണ്ടായി?
നീ പറയൂ, എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ അവൾ? ഹരി, ഞാൻ ചോദിച്ചതിന് മറുപടി തരൂ. ഈ നമ്പർ ആരുടേതാണ്? ശരിക്കും പറഞ്ഞാൽ എനിക്കെതിരെ ഭീഷണി മുഴക്കിയ ഒരു നമ്പർ സൈബർ സെല്ലിൽ കൊടുത്ത് നിമിഷങ്ങൾക്കുള്ളിൽ പ്രതിയെ പിടിക്കാൻ അറിയാഞ്ഞിട്ടല്ല. അവരെ എന്നെ ഭീഷണിപ്പെടുത്തിയത് ഹരിയുടെ പേരുപയോഗിച്ചാണ്. അതുകൊണ്ടാണ് നിങ്ങളെ കാണാൻ ഞാനിവിടെ വന്നത്. ആ വാക്കുകൾക്ക് അല്പം കനമുള്ളതുപോലെ അവന് തോന്നി. മീര, സോ സോറി. അത് വർഷയാണ്, എൻ്റെ വൈഫ്. എൻ്റെ ജീവിതത്തിലെ എല്ലാ വിഷമങ്ങൾക്കുമുള്ള തെറ്റ് അവളാണ്. അതെങ്ങനെയോ ആകട്ടെ, എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. ഇനിയും എന്നോട് ഇത് തുടർന്നാൽ ഞാൻ വേണ്ട വിധം കൈകാര്യം ചെയ്യും. ഒരു മുന്നറിയിപ്പ് തരാൻ വേണ്ടി പറഞ്ഞതാണ്. എന്നാൽ ശരി, ഞാൻ പോവുകയാണ്. മീര, എനിക്ക് പറയാനുള്ളതൊന്നും കേൾക്കൂ, ഹരി പറഞ്ഞു. എനിക്ക് കേൾക്കാൻ ഒന്നുമില്ല ഹരി എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്ന മീരയുടെ കയ്യിൽ ഹരി പിടിച്ചു. പ്ലീസ് മീര, ഒന്നും നിൽക്കൂ. ഷോക്ക് അടിച്ചതുപോലെ മീര നിന്നു. തിരിഞ്ഞ് ഹരിയെ നോക്കി മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അറിയാതെ അവളുടെ കൈകൾ പതിയെ വിട്ടു. ഒന്നും പറയാതെ അവൾ നടന്നു നീങ്ങി. എന്തു ചെയ്യണമെന്നറിയാതെ അവൻ അവളെ നോക്കി നിന്നു. തിരികെ വീട്ടിലെത്തിയ ഹരി വർഷയുടെ മുറിയിലെത്തി. പകുതി ബോധത്തിൽ കിടന്ന അവളോട് അവൻ ആക്രോശിച്ചു. നീ എൻ്റെ ജീവിതം നശിപ്പിച്ചത് പോരെ, മറ്റുള്ളവരെ എന്തിനാ എൻ്റെ പേരിൽ ഉപദ്രവിക്കുന്നത്? ഓ, അപ്പോഴേക്കും പഴയ കാമുകി കംപ്ലൈന്റ് പറഞ്ഞോ? നീ എന്തു കരുതി നിന്റെ കാര്യങ്ങളൊന്നും ഞാൻ അറിയില്ലെന്നോ? ഇതുവരെ എന്നോട് അക്ഷരം മറുത്തു പറയാത്ത നീ അവൾക്ക് വേണ്ടി ഇന്ന് എന്നോട് ആക്രോശിക്കുന്നോ? എൻ്റെ അച്ഛൻ്റെ അധികാരം ഉപയോഗിച്ച് നീ നടന്നു കയറിയത് നിനക്ക് സ്വപ്നം കാണാനാവാത്ത പദവിയിലേക്കാണ്. നിന്റെ മറ്റവൾ കൊണ്ട് തന്നതല്ല നിനക്ക് ഈ പാർട്ടി. അവൾക്ക് വേണ്ടി എന്നോട് വഴക്കുകൊള്ളാൻ നീ വളർന്നിട്ടില്ല. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലേ? നിന്റെ എല്ലാ വഴികളിലും എൻ്റെ കണ്ണുണ്ട്. നീ അവളുമായി സന്തോഷിക്കാൻ ഞാൻ അനുവദിക്കില്ല. നിനക്ക് ഭ്രാന്താണ് വർഷ. അവളെ വെറുതെ വിടൂ. നീ എന്നെ ഉപദ്രവിച്ചോളൂ, മറ്റുള്ളവരെ എൻ്റെ പേരിൽ ഉപദ്രവിക്കാതിരിക്കൂ. അവളുടെ പുച്ഛം കലർന്ന അട്ടഹാസം അവന് അസഹനീയമായി തോന്നി. തൻ്റെ മുറിയിലെത്തിയ ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഈശ്വര, ഇനിയും ഞാൻ കാരണം മീര ദുഃഖിക്കാൻ ഇടയാവരുതേ. മോനെ എന്ന വിളി കേട്ട ഇടത്തേക്ക് അവൻ നോക്കി. അമ്മ. അവളൊരു രാക്ഷസിയാണ് മോനെ. മീരയോടൊന്ന് സൂക്ഷിക്കാൻ പറയണം. നിങ്ങൾ കണ്ടുപിടിച്ച എൻ്റെ ഭാര്യയാണ് അമ്മ ഇപ്പൊ പറഞ്ഞ രാക്ഷസി. മോനെ, ഞങ്ങൾക്ക് തെറ്റുപറ്റി. എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞ് കരയാത്ത ദിവസങ്ങളല്ല ഈ അമ്മയ്ക്ക്. മോൻ അച്ഛനോടും അമ്മയോടും ക്ഷമിക്ക്. ആ അമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകി. അമ്മ വിഷമിക്കാതെ, ഇതെൻ്റെ വിധിയാണ്, ഞാൻ അനുഭവിച്ചോളാം. ഹരി പറഞ്ഞു നിർത്തി. മകന്റെ നെറുകെ ഒരു ഉമ്മ നൽകി ആ അമ്മ മുറി വിട്ടിറങ്ങി. ഇനി എന്ത് എന്ന് ആലോചിച്ച് അവൻ ആ മുറിയിൽ ഒറ്റയ്ക്ക്. 2 ദിവസങ്ങൾ കടന്നുപോയി. ഹരിയും അധികം പുറത്തിറങ്ങിയില്ല. പതിവ് പോലെ ജോലിക്കെത്തിയ മീരയെ മിനിസ്റ്റർ വിളിപ്പിച്ചു. എന്താണ് റീസൺ എന്നറിയില്ലെങ്കിലും എന്തോ ഒരു ടെൻഷൻ അവളിൽ ഉണ്ടായിരുന്നു. മിനിസ്റ്റർ ഓഫീസിലെത്തി വെയിറ്റ് ചെയ്ത മീരയെ മിനിസ്റ്റർ റൂമിലേക്ക് വിളിപ്പിച്ചു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് കളക്ടർ. എന്തുണ്ട് കളക്ടർ വിശേഷങ്ങൾ? കാര്യങ്ങളൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടോ? യെസ് സർ എന്നവൾ മറുപടി പറഞ്ഞു. ഞാനിപ്പോൾ കളക്ടറിനെ വിളിപ്പിച്ചത് എന്തിനാണെന്ന് അറിയുമോ? ഇല്ല സർ എന്നവൾ മറുപടി പറഞ്ഞു. ആദ്യത്തെ പോസ്റ്റിംഗ് അല്ലേ, അധികം പ്രായവുമില്ല, കാണാനും സുന്ദരി. ചില റൂമറുകളൊക്കെ ഉണ്ടായേക്കാം, അതൊന്നും അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല. പക്ഷേ ഇവിടെ ഇപ്പം പ്രശ്നം അല്പം വഷളാണ്. മിനിസ്റ്റർ ഒരു പത്രമെടുത്ത് അവളുടെ മുൻപിലിട്ടു. അതിലെ ന്യൂസ് ഒന്ന് വായിക്കൂ. പത്രം കയ്യിലെടുത്ത് അവളുടെ തല കറങ്ങുന്നത് പോലെ തോന്നി. താനും ഹരിയും. ഹരി തന്റെ കയ്യിൽ പിടിച്ച ഫോട്ടോ. കഴിഞ്ഞ ദിവസം ലൈബ്രറിയിൽ വെച്ച് സംഭവിച്ചത്. അതിന് ക്യാപ്ഷൻ, പാർട്ടി പ്രസിഡന്റിന്റെ ഒളിച്ചുകടിയോ അതോ ഇലക്ഷന്റെ പുതിയ അജണ്ടയോ? സർ, ഇത് ഞങ്ങൾ. മീര, എനിക്കിതിൽ പേഴ്സണലി ഒരു പ്രശ്നവും ഉണ്ടായിട്ടല്ല. ഇലക്ഷൻ ക്യാമ്പയിൻ ഒക്കെ തുടങ്ങാറായ ഈ ടൈമിൽ പാർട്ടി സെക്രട്ടറി കൂടിയായ ഹരി ഇതിൽ ഇൻവോൾവ് ചെയ്തത് കുറച്ച് പ്രശ്നമാണ്. ഓപ്പോസിറ്റ് പാർട്ടിക്ക് ഒരു വഴി തുറന്നു കൊടുത്തു എന്ന് വേണേൽ പറയാം. എനിക്ക് ഒരുപാട് പ്രഷറുണ്ട്. ഞാൻ ഹരിയെ കാണുന്നുണ്ട്. ഒന്ന് കരുതിയിരിക്കൂ. പാർട്ടിയുടെ തീരുമാനം എന്താണേലും എനിക്കത് നടപ്പിലാക്കേണ്ടി വരും. ഓക്കെ സാർ എന്നവൾ മറുപടി പറഞ്ഞു. തിരിച്ച് ഓഫീസിലെത്തിയ അവൾക്ക് ഒന്നിലും ശ്രദ്ധിക്കാനായില്ല. 2 ദിവസം ലീവ് എഴുതി കൊടുത്ത് അവൾ ക്വാർട്ടേഴ്സിലെത്തി. അവളുടെ വിഷമം ഊർമിള ചേച്ചിയോട് പറഞ്ഞു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ചേച്ചി എന്ന് പറഞ്ഞവൾ കരഞ്ഞു. മോളെ, നീ സമാധാനമായിരിക്കെ, എല്ലാറ്റിനും ഒരു വഴിയുണ്ടാകും. മിനിസ്റ്ററിനെ കാണാനുള്ള കോൾ രവീന്ദ്രനും ഹരിക്കും കിട്ടി. പാർട്ടിയുടെ പ്രഷർ കാരണം ഇങ്ങനെയൊരു കൂടിക്കാഴ്ച അനിവാര്യമായിരുന്നു. ഹരി, എന്താണ് നിനക്ക് പറയാനുള്ളത്? സർ, അതെന്റെ പേഴ്സണൽ കാര്യമാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. അതിലുപരി പേഴ്സണലി ഞങ്ങൾ നല്ല സുഹൃത്തുക്കളുമാണ്.
ഒരു മഞ്ഞപ്പത്രത്തിൽ എന്തോ വന്നു എന്ന് കരുതി സർ ഇങ്ങനെ ഞങ്ങളെ ചോദ്യം ചെയ്യുന്നത് ശരിയാണോ? ഹരി, എനിക്ക് നിങ്ങളെ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ബട്ട് ഇത് പാർട്ടിയുടെ ഭാവി തീരുമാനിക്കുന്ന ഒരു കാര്യമായി പോയി. ഒരു പാർട്ടി പ്രവർത്തകൻ നാടിന്, നാട്ടുകാരോട് കുറച്ച് പ്രതിബദ്ധത പുലർത്തണം. അവരുടെ ചില ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. കാരണം നമ്മൾ അവരുടെ പ്രതിനിധികളാണ്. പാർട്ടിയുടെ തീരുമാനം എന്താണെങ്കിലും ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. ഹരി ഒറ്റ വാക്കിൽ മറുപടി നൽകി. ഓക്കെ ഹരി. ഹരി പുറത്ത് വെയിറ്റ് ചെയ്യൂ, ഞാനിന്ന് രവീന്ദ്രനുമായി സംസാരിക്കട്ടെ. ഹരി പുറത്തിറങ്ങി അമ്മായിച്ചന് വേണ്ടി വെയിറ്റ് ചെയ്തു. മന്ത്രി പറഞ്ഞു, പാർട്ടി തീരുമാനം ഹരി പാർട്ടി പ്രസിഡന്റ് പദവി രാജിവെക്കണമെന്നാണ്. നിങ്ങൾ അവനോട് സമാധാനപരമായി പറയൂ. ഇതിൽ എനിക്കൊരു അഭിപ്രായവുമില്ല. നമ്മളെല്ലാവരും പാർട്ടി പറയുന്നത് കേൾക്കുന്ന പാർട്ടി പ്രവർത്തകർ മാത്രമാണെന്ന് ഞാൻ രവീന്ദ്രനോട് പ്രത്യേകം പറയണ്ടല്ലോ. ഇല്ല സർ, ഞാൻ സംസാരിച്ചോളാം. മന്ത്രി ഓഫീസ് വിട്ടിറങ്ങി വീട് വരെ രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. ഹരി മുറിയിലെത്തി ഒറ്റയ്ക്കിരുന്നു. തലയ്ക്ക് വട്ടുപിടിക്കുന്നത് പോലെ. ഒന്നും ആലോചിക്കാനായില്ല അവന്. ഹാ, നിങ്ങള് പകൽക്കിനാവ് കാണുകയാണോ? വർഷയുടെ പുച്ഛം കലർന്ന സംസാരം അവന്റെ കാതിലെത്തി. നീ എന്തിനാ എന്നെ ശല്യപ്പെടുത്താൻ വരുന്നേ? പ്ലീസ് ലീവ് മീ അലോൺ വർഷ. ഞാനിപ്പോൾ നിങ്ങൾക്ക് ശല്യമായോ? ഓ, നിങ്ങൾക്കിപ്പോ കൂട്ടിന് പഴയ കാമുകയുണ്ടല്ലോ. നിങ്ങളുടെ ഫോട്ടോ എടുത്തതും പത്രത്തിൽ കൊടുത്തതും ഫേമസ് ആക്കിയതും ഞാനാണ് കേട്ടോ. ആ ക്രെഡിറ്റ് എനിക്ക് തരണം. അവളുടെ ആ മറുപടി അവന്റെ സമനില തെറ്റിച്ചു. നീ എന്റെ ജീവിതം നശിപ്പിച്ചത് പോരെ? അവളുടെ നേരെ അവൻ കൈ ഉയർത്തി പാഞ്ഞെടുത്തു. ഇടയ്ക്കൊരു മതില് പോലെ രവീന്ദ്രൻ കയറി നിന്നു. ഓ, വന്നല്ലോ രക്ഷകർത്താവ്. കേട്ടില്ലേ, നിങ്ങളുടെ മകളെ നന്നാക്കാനല്ലേ എന്നെ അവൾക്ക് കെട്ടിച്ചു കൊടുത്തത്? എന്റെ ജീവിതം വെച്ചാണ് നിങ്ങൾ കളിച്ചത്. ഇപ്പോൾ ഒന്നും അറിയാത്ത ഒരു പാവം പെണ്ണിന്റെ ജീവിതം കൂടി നിങ്ങളുടെ മകൾ നശിപ്പിക്കുന്നു. എനിക്കിനിയും ഒന്നും കണ്ടിട്ട് മിണ്ടാതിരിക്കാനാവില്ല. ഹരി മുറി വിട്ടിറങ്ങി. വാതുക്കലെല്ലാം കേട്ടുകൊണ്ട് അമ്മ നിന്നിരുന്നു. അമ്മയുടെ മുഖത്ത് നോക്കാതെ അവൻ വീടിന് പുറത്തേക്ക് പോയി. കാർ എടുത്ത് മീരയുടെ ക്വാർട്ടേഴ്സിലെത്തിയ ഹരി കോളിംഗ് ബെൽ അടിച്ച് കുറേ നേരം വെയിറ്റ് ചെയ്തു. ആരും വാതിൽ തുറക്കാഞ്ഞിട്ട് അവൻ തിരികെ നടന്നു. ജനലിന്റെ അടുത്ത് കാൽപെരുമാറ്റം കേട്ടപ്പോൾ അവൻ അവിടെ എത്തി. മീര, ലിസൺ ടു മീ. ഞാൻ അറിഞ്ഞതല്ല ഒന്നും. നീ എന്നെ ഒന്ന് മനസ്സിലാക്കൂ. എന്നോടൊന്ന് സംസാരിക്കൂ പ്ലീസ്, അവൻ കെഞ്ചി പറഞ്ഞു. ഹരി, പ്ലീസ്, നിങ്ങൾ തിരിച്ചു പോകൂ. എന്നെ ഇനിയും ബുദ്ധിമുട്ടിക്കരുത്. അത്രയും മാത്രം അവൾ മറുപടി നൽകി. ഹൃദയം തകരുന്ന വേദനയിൽ അവൻ തിരികെ നടന്നു. രാത്രി വളരെ വൈകി വീട്ടിലെത്തിയ ഹരിയെ കാത്ത് രവീന്ദ്രൻ വീട്ടിലുണ്ടായിരുന്നു. അവനെ വിളിച്ച് അയാൾ റൂമിൽ ചെന്നു. ഹരി, തെറ്റുകൾ പറ്റാത്ത മനുഷ്യരില്ല. നീ എൻ്റെ മകളോട് ക്ഷമിക്കൂ. അവൾക്ക് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാം. ഇതുവരെ സംഭവിച്ചതൊക്കെ പോട്ടെ. ഇനി നമുക്ക് ഇതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. മന്ത്രി പറഞ്ഞത് പാർട്ടിക്ക് നിന്റെ രാജിയാണ് വേണ്ടത് എന്ന്. നീ അത് കൊടുക്കണം. ഈ പ്രോബ്ലംസ് ഒക്കെ മാറുമ്പോൾ നമുക്ക് പിന്നെയും പാർട്ടിയിൽ കയറാം. പിന്നെ വർഷ, ഞാൻ അവളെ ഡി അഡിക്ഷൻ സെന്ററിൽ അയക്കാൻ തീരുമാനിച്ചു. അവളെ നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ മീര, അവൾക്ക് ട്രാൻസ്ഫറാണ് ഹരിയാനയിലേക്ക്. അയാൾ പറഞ്ഞു നിർത്തി. ഹരിയുടെ മുഖത്ത് നിഴലിട്ടിരുന്ന ദേഷ്യം അതുപോലെ തന്നെയുണ്ട്. നീ എന്താ ഒന്നും പറയാത്തത്? ഹരി മുഖമുയർത്തി രവീന്ദ്രനെ നോക്കി. അവന്റെ കണ്ണുകളിലെ തീ അയാൾ കണ്ടു. ഇനി എന്റെ തീരുമാനം ഞാൻ പറയാം, കേട്ടോളൂ. വർഷ എനിക്ക് മ്യൂച്വൽ ഡിവോഴ്സ് തരണം. ഞാൻ ഈ പാർട്ടി പറഞ്ഞത് കേൾക്കാം. ഇല്ലെങ്കിൽ ഞാൻ പാർട്ടി സ്ഥാനം ഒഴിയുകയില്ല. പകരം നിയമപരമായി ഇതിനെ കൈകാര്യം ചെയ്യുകയും ചെയ്യും. എന്നെ പിണക്കുന്നത് പാർട്ടിക്കും നല്ലതാവില്ല. അവന്റെ സ്വരത്തിലെ ഭീഷണി അയാൾക്ക് മനസ്സിലായി. പാർട്ടിയുടെ പല കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണ് ഹരി. എന്തു ചെയ്യണമെന്നറിയാതെ രവീന്ദ്രൻ പകച്ചു നിന്നു. അവൻ തന്റെ കയ്യിലിരുന്ന ഡിവോഴ്സ് എഗ്രിമെന്റ് പേപ്പേഴ്സ് മേശപ്പുറത്തിട്ടിട്ട് അമ്മയുടെ മുറിയിലേക്ക് പോയി. മകന്റെ വരവും കാത്ത് ആ അമ്മ കട്ടിലിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അമ്മയുടെ മടിയിൽ കിടന്ന് അവനൊരു കൊച്ചു കുഞ്ഞിനെ പോലെ കരഞ്ഞു. എന്നാലും മീര എന്നെ ഒന്നും വിശ്വസിക്കുന്നില്ലല്ലോ അമ്മേ എന്നവൻ കരഞ്ഞു പറഞ്ഞു. മകന്റെ വിഷമം ആ അമ്മയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എങ്ങനെയൊക്കെയോ നേരം പുലർന്നു. രവീന്ദ്രൻ ഹരിയെ വെയിറ്റ് ചെയ്ത് മെയിൻ ഹാളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അയാളെ കണ്ട ഭാവം നടിക്കാതെ അവൻ പുറത്തേക്കിറങ്ങി. ഹരി, ഒന്ന് നിൽക്കൂ, രവീന്ദ്രൻ വിളിച്ചു. ഇതാ നീ ആവശ്യപ്പെട്ട മ്യൂച്വൽ ഡിവോഴ്സ് പേപ്പേഴ്സ്. വർഷ സൈൻ ചെയ്തു. ഇനി അവൾ നിന്നെ ബുദ്ധിമുട്ടിക്കില്ല, ഞാൻ ഉറപ്പു തരുന്നു. തന്റെ കാതുകളെ വിശ്വസിക്കാമോ എന്ന് അവന് സംശയം തോന്നി. തിരിഞ്ഞു നോക്കാതെ അവൻ മറുപടി നൽകി. രാജിക്കത്ത് ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്. രവീന്ദ്രന്റെ കയ്യിൽ നിന്ന് ഫയൽ വാങ്ങി അവൻ കാറുമെടുത്ത് പുറത്തുപോയി. എങ്കിലും വർഷ സൈൻ ചെയ്തു എന്നവന് വിശ്വസിക്കാനായില്ല. സമാധാനമില്ലാത്ത നാളുകളായിരുന്നു കല്യാണത്തിന് ശേഷം. ഇനിയെങ്കിലും അല്പം സമാധാനം വേണം. അവൻ ആ ഫയലുമായി ലോയറിനെ കാണാൻ പോയി.
കോളിംഗ് ബെൽ കേട്ട് വന്ന മീര കണ്ടത് ഹരിയുടെ അമ്മയെയാണ്. ഹരിയോടുള്ള പരിഭവം അമ്മയോട് കാണിക്കേണ്ടതല്ലോ. അവൾ ആയമ്മയെ സ്വീകരിച്ചിരുത്തി. മോളെ മീര, നിന്നെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നിന്റെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ മോന് വേണ്ടി ദൈവം നിന്നെ ഒരുക്കി തന്നിട്ടും ഞങ്ങളത് തട്ടിത്തെറിപ്പിച്ചു. ഞങ്ങളുടെ തെറ്റിന് നീ ഹരിയോട് ക്ഷമിക്കണം. അവന്റെ സന്തോഷം ഞങ്ങളായിട്ട് നശിപ്പിച്ചു. എന്റെ കുഞ്ഞിന്റെ മുഖത്ത് ചിരി മാഞ്ഞു പോയിട്ട് വർഷങ്ങളായി. അവൻ വീണ്ടും ചിരിച്ചു തുടങ്ങിയത് മോള് തിരികെ വന്നതിനു ശേഷമാണ്. അവന്റെ ഭാര്യ വർഷ ഒരു അഹങ്കാരിയാണ്. അവളാണ് മോളോട് ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്റെ കുഞ്ഞിനോട് മോള് ക്ഷമിക്കണം. ഞാൻ കാലു പിടിക്കാം. അമ്മയുടെ ശബ്ദമിടറി. കണ്ണുകൾ നിറഞ്ഞു. അയ്യോ അമ്മേ, എനിക്കൊരു പരാതിയും പരിഭവവുമില്ല. ഹരിയോട് മിണ്ടാൻ പേടിയായിരുന്നു. പഴയതൊന്നും മറക്കാനായിട്ടല്ല, പക്ഷേ ഹരിയുടെ ജീവിതത്തിൽ ഞാനൊരു ഭാരമാകരുത് എന്ന് വിചാരിച്ചിരുന്നു. അവന്റെ ജീവിതം ഇങ്ങനെയായിരിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല. അമ്മ സമാധാനമായിരിക്കും. എനിക്ക് ആരോടും പരിഭവമില്ല. ആ അമ്മയുടെ മനസ്സ് നിറഞ്ഞു. ഈ കുട്ടിയെയാണല്ലോ ദൈവമേ അന്ന് തള്ളിക്കളഞ്ഞത്. ആ അമ്മയുടെ മനസ്സ് തേങ്ങി. നാളെ കഴിഞ്ഞ് എനിക്ക് ട്രാൻസ്ഫർ ആണ് ഹരിയാനയിലേക്ക്. ഇനി ഹരിക്ക് എന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, അവൾ പറഞ്ഞു. ചായയുമായി ഊർമിള കടന്നു വന്നു. അമ്മ ചായ കുടിക്കൂ. മീര ചായ എടുത്ത് അമ്മയ്ക്ക് കൊടുത്തു. വക്കീലിനെ കാണാൻ പോയ ഹരി തന്റെ ബാല്യകാല സുഹൃത്തും ലോയറുമായ മനുവിനെയാണ് കണ്ടത്. മനു പറഞ്ഞു ഒരു 6 മാസം കൊണ്ട് ഡിവോഴ്സ് റെഡിയാകുമെന്ന്. മ്യൂച്വൽ ഡിവോഴ്സിന്റെ പേപ്പേഴ്സ് റെഡിയാക്കിയതും രവീന്ദ്രനോട് രാജിക്കത്തിന് പകരം ഡിവോഴ്സ് വേണമെന്ന് ആവശ്യപ്പെട്ടതുമെല്ലാം മനുവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. 1-2 പ്രാവശ്യം കോടതിയിൽ വരേണ്ടി വരും, അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി വർഷ പ്രശ്നമുണ്ടാക്കിയാലും ഫലമില്ല. അവൾ അഡിക്റ്റ് ആണെന്ന് തെളിയിക്കുന്ന രേഖകളും പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ രേഖകളും എല്ലാം ഒക്കെയായി ഒരുപാട് തെളിവുകൾ മനു കരുതിയിരുന്നു. എത്രയും പെട്ടെന്ന് ഹരിയെ സ്വതന്ത്രനാക്കാൻ മനു എല്ലാ വഴികളും നേരെയാക്കി. തിരികെ വീട്ടിലെത്തിയ ഹരിയെ കാത്ത് രവീന്ദ്രനും വർഷയും കാത്തു നിന്നിരുന്നു. വർഷയെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോവുകയാണ്. അവൾക്ക് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അതാണ് വെയിറ്റ് ചെയ്തത്, രവീന്ദ്രൻ പറഞ്ഞു നിർത്തി. അവന്റെ അടുക്കലേക്ക് നടന്നെടുത്ത വർഷ താലിമാല അവന് നേരെ നീട്ടി. ഇഷ്ടമില്ലാതെ എനിക്ക് ചാർത്തി തന്നത് ഞാൻ നിങ്ങൾക്ക് തിരികെ തരുന്നു. ഇനി തമ്മിൽ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ക്ഷമ ചോദിച്ച ശീലമില്ല, അതുകൊണ്ട് അത് പ്രതീക്ഷിക്കണ്ട. അവൾ നടന്ന് കാറിനുള്ളിൽ കയറി. രവീന്ദ്രൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഒരു കൊടുങ്കാറ്റ് കടന്നു പോയതുപോലെ അവന് തോന്നി. ആ കാർ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ അവൻ നോക്കി നിന്നു. അന്ന് രാത്രി അവന് നന്നായി ഉറങ്ങാൻ സാധിച്ചു. രാവിലെ മൊബൈലിൽ ഒരു കോൾ വന്നു. മീരയാണ്. അവൻ കോൾ അറ്റൻഡ് ചെയ്തു. ഹായ് മീര. ഹരി, ഒന്ന് കാണണം. എനിക്ക് ഹരിയെയാണ് കാണേണ്ടത്, പാർട്ടി സെക്രട്ടറിയെ അല്ല. ഇല്ല മീര, ഞാൻ പാർട്ടിയെയും പാർട്ടി എന്നെ ഉപേക്ഷിച്ചു. ഓ സോറി, അത് ഞാൻ അറിഞ്ഞില്ല. മീരയ്ക്ക് ട്രാൻസ്ഫർ ആണല്ലേ, അതും ഞാൻ കാരണം? അങ്ങനെയൊന്നുമില്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥ എപ്പോഴും ഇങ്ങനൊരു മാറ്റം പ്രതീക്ഷിക്കണം. ഞാൻ ഫ്രീ ആണ്. ഒന്ന് പുറത്ത് കാണാൻ പറ്റുമോ? എവിടെ വരണമെന്ന് പറഞ്ഞാൽ മതി മീര. ഒളിക്യാമറകൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമായിക്കോട്ടെ ഹരി. ബീച്ചിൽ വരാൻ പറ്റുമോ? ഓ ഷുവർ മീര, 3 മണിക്ക് വരൂ. ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ കട്ടായി. സമയം 3 മണി. ബീച്ചിൽ അവിടെ എവിടെയായി ആളുകളുണ്ട്. ദൂരെ ഒരിടത്ത് മീരയിരിക്കുന്നത് ഹരി കണ്ടു. അവളുടെ അടുത്തേക്ക് നടന്നെടുക്കുമ്പോൾ അവന് നെഞ്ചെടുപ്പ് കൂടുന്നത് പോലെ തോന്നി. ഹരി വന്നോ? മീര എഴുന്നേൽക്കാനാഞ്ഞു. വേണ്ട മീര, കുറച്ചു നേരം ഞാനും കൂടി ഇരുന്നോട്ടെ. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല എന്നവൾ മറുപടി പറഞ്ഞു. മീര, ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു. എന്നോട് ക്ഷമിക്കൂ. പലപ്പോഴും നിന്നെ ആശിപ്പിച്ചു പറ്റിച്ചു എന്ന കുറ്റബോധം എന്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. അതൊക്കെ വിട് ഹരി. ഒന്നും നമ്മുടെ കുറ്റമല്ലല്ലോ. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതാവാം ഇങ്ങനെയൊക്കെ. ഞാൻ നാളെ കഴിഞ്ഞ് ഹരിയാനയ്ക്ക് പോവും. ഇനി ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമോ എന്നറിയില്ല. പഴയ ഹരിയെ ഒന്ന് കാണണമെന്ന് എനിക്ക് തോന്നി. അതാണ് എന്നെ ഇവിടെ എത്തിച്ചത്. മീര, എനിക്ക് കുറച്ച് സമയം തരൂ. എല്ലാ കുരുക്കുകളും ഊരിയെറിഞ്ഞ് നിന്റെ കൂടെ ഞാനും വരട്ടെ. ഹരിയുടെ ആ ചോദ്യം അവളുടെ കണ്ണു നിറയിച്ചു. പഴയ ഹരിയെ അവൾ കണ്ടു. നിനക്ക് വേണ്ടി ഞാൻ എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാം. പക്ഷെ ഇനി അങ്ങോട്ട് നീ കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പ് എനിക്ക് വേണം. മീരയുടെ വാക്കുകൾ ഹരിക്ക് സന്തോഷമുളവാക്കി. അവളുടെ കൈയിൽ തന്റെ കൈ ചേർത്ത് വെച്ച് അവൻ പറഞ്ഞു, ഇനി ഈ ജന്മം ഹരി മീരയ്ക്കുള്ളതാണ്. ഞാനുണ്ടാവും നിന്റെ കൂടെ എന്നും. അവൾ പതിയെ അവന്റെ തോളിൽ ചാഞ്ഞു. തീരത്തെ ചുംബിക്കുന്ന തിരമാലകൾ അവരെ നോക്കി പുഞ്ചിരിക്കുന്നത് പോലെ തോന്നി. കൂടെയുണ്ടെന്ന വാക്കിലല്ല, കൂടെയുണ്ടെന്ന തോന്നലിലാണ് പല പ്രണയങ്ങളും നിലനിൽക്കുന്നത്. ശുഭം.